and welcome to the back-to-back live sessions presented by Tiju's Academy. So now I am here to give a last-minute touch of our writing module for those who are going to write the exam on December 2nd. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു ലൈവ് അറേഞ്ച് ചെയ്ത് തന്നെ ഒരു ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷനാണ്. അതായത് 2-ാം തീയതി നമ്മുടെ ഒരുപാട് സ്റ്റുഡൻസ് നമ്മുടെ സ്റ്റുഡൻസ് തന്നെയല്ല, ഒരുപാട് നഴ്സസ് 2-ാം തീയതി എക്സാം എഴുതാൻ പോകുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഓൾറെഡി കാര്യങ്ങൾ അറിയാം. ദെൻ ദ പർപ്പസ് ഓഫ് ദ ലൈവ് ഈസ് ഒന്നുകൂടെ ഒന്ന് ഓർമ്മിച്ച് വിടുകയാണ്, അല്ലേ? ദ തിങ്സ് ദാറ്റ് യു ഹാവ് ടു ബി കെയർഫുൾ വെൻ യു റൈറ്റ് ദ ലെറ്റർ. എക്സാം ഹാളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊന്ന് ഓർമ്മിപ്പിച്ച് വിടുകയാണ്. ഓക്കെ, അപ്പോൾ ഹോപ്പ് മെനി ആർ വിത്ത് us. യെസ്, ജിമോൾ ആൻ്റണി, ഗുഡ് ഈവനിങ്. ജോണി ജെയിംസ്, ഗുഡ് ഈവനിങ്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കണമെന്നുള്ളത് 2-ാം തീയതി പോകുമ്പോഴത്തേക്കിന്. ഓക്കെ, പിന്നെ ബിഫോർ വി ആർ മൂവിങ് ഓൺ ടു നമ്മുടെ സെഷൻ, അതിനുമുമ്പ് ഒരു കാര്യം പറഞ്ഞു കേട്ടോ. നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ട്, അല്ലേ? ഇതിപ്പോൾ 29th 2 ദിവസം കൂടെ നമ്മുടെ എക്സാമിനുള്ളൂ. ദയവ് ചെയ്ത് നിങ്ങൾ പുതിയ കാര്യങ്ങളൊന്നും പുതിയതായിട്ട് ചെയ്യരുത്. ഈ പറയുന്ന കാര്യങ്ങളിലൂടെ നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങൾ ഒന്നുകൂടെ ഒന്ന് മേക്കപ്പ് ചെയ്ത് വെക്കുക മാത്രമേ ചെയ്യാവുള്ളൂ. ഓക്കെ അല്ലേ? യെസ്, ഗുഡ് ഈവനിങ് ശ്രീകുട്ടി, ലിറ്റി, ജോൺ മാത്യു, ജോൺസി, ലേഹ, ഗുഡ് ഈവനിങ് എവ്രി വൺ. ഓക്കെ, അപ്പോൾ നമ്മുടെ OET റൈറ്റിങ്ങിൽ നിങ്ങൾ നിങ്ങളുടെ കേസ് നോട്ട് കയ്യിൽ കിട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എപ്പോഴും നമ്മളിങ്ങനെ അട്ടർ ചെയ്തുകൊണ്ടിരിക്കേണ്ട, മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട, റൈറ്റിങ് തുടങ്ങിക്കഴിഞ്ഞാൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വാക്കുണ്ട്, അല്ലേ? എന്താണ്? റീഡർ, റീഡർ, റീഡർ എന്ന്. ആരാണ് എൻ്റെ റീഡർ എന്ന് ആദ്യം കണ്ടുപിടിക്കുന്നു. ഇനിയും എൻ്റെ റീഡറിന് എന്തൊക്കെ വേണം എന്നാണ് നമ്മളൊരു കേസ് നോട്ടിൽ നിന്ന് കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്, അല്ലേ? അപ്പം റീഡർ സെൻറ്റേഡ് ആണ്, പർപ്പസ് ഓറിയൻറ്റഡ് ആണ് നമ്മുടെ റൈറ്റിങ്. നിങ്ങൾ സാറ്റർഡേ റൈറ്റിങ് ചെയ്യുമ്പോഴും മേക്ക് ഷുവർ ദാറ്റ് യു റൈറ്റ് എ ലെറ്റർ വിച്ച് ഇസ് റീഡർ സെൻറ്റേഡ് ആൻഡ് പർപ്പസ് ഓറിയൻറ്റഡ്. ഓക്കെ, അപ്പം അത് ഒന്നുകൂടെ ഓർപ്പിച്ച് വെക്കുകയാണ് കേട്ടോ. അപ്പം റീഡർ സെൻറ്റേഡ് എന്ന് പറയുമ്പോൾ നമുക്ക് 3 തരത്തിലുള്ള റീഡർ ഉണ്ടെന്നൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അപ്പോൾ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എക്സാമിൻ്റെ ടെൻഷനിൽ നിൽക്കുമ്പോൾ ഒന്നുകൂടെ നല്ലതാണല്ലോ പറഞ്ഞു തരുന്നത്, അല്ലേ? നോക്കാം. 3 റീഡേഴ്സ്, അല്ലേ? മെഡിക്കൽ, നോൺ മെഡിക്കൽ, പാരാമെഡിക്കൽ റീഡേഴ്സ് ഉണ്ടെന്നറിഞ്ഞ് വെക്കുക. അപ്പം മെഡിക്കൽ പ്രൊഫഷണൽസായിട്ട് ഡോക്ടർ, നഴ്സസ് ഒക്കെ മെഡിക്കൽ പ്രൊഫഷണൽസാണ്. പാരാമെഡിക്കൽ എന്ന് പറയുമ്പോൾ ഫിസിയോതെറാപ്പിസ്റ്റ് ആയിക്കോട്ടെ, ഫാർമസിസ്റ്റ് ആയിക്കോട്ടെ, ഡയറ്റീഷ്യൻ, അങ്ങനെയുള്ളവരൊക്കെ പാരാമെഡിക്കലാണ്. നോൺ മെഡിക്കൽ എന്ന് പറയുമ്പോൾ സോഷ്യൽ വർക്കർ, മാനേജർ, ഡയറക്ടർ ഓഫ് നഴ്സിംഗ് ഹോം എന്നൊക്കെ പറയുന്നത് നോൺ മെഡിക്കലുമാണ്. ആ ഏരിയ നിങ്ങളൊന്ന് സ്ട്രെസ് ചെയ്ത് നോക്കിക്കാണാം. ബിക്കോസ് നോൺ മെഡിക്കൽ പ്രൊഫഷൻസിനുള്ള ലെറ്റേഴ്സ് ഇപ്പോൾ റെക്കറൻ്റായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ഒരു നഴ്സിംഗ് ഹോമിൻ്റെ മാനേജറിന് ലെറ്റർ എഴുതൂ, അല്ലെങ്കിൽ ഡയറക്ടറിന് ലെറ്റർ എഴുതൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ലെറ്റേഴ്സ് വരുന്നുണ്ട്. അപ്പം എന്തിനാണ് അങ്ങനെ ഒരു നഴ്സിന് ലെറ്റർ എഴുതിപ്പിക്കാതെ, അല്ലെങ്കിൽ ഒരു ഡോക്ടറിന് ലെറ്റർ എഴുതിപ്പിക്കാതെ എന്തുകൊണ്ട് ഒരു മാനേജറിന് ലെറ്റർ അടുപ്പിച്ച് വന്നുകൊണ്ടിരിക്കുന്നു, ഡയറക്ടറിന് വന്നുകൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, എന്താണ് നമ്മുടെ ലാംഗ്വേജ്, നമ്മുടെ കണ്ടീഷൻ നോളജിനുപരിയായിട്ട് ഒരു ലാംഗ്വേജിനെ ഹാൻഡിൽ ചെയ്യാനുള്ള നമ്മുടെ കപ്പാസിറ്റി, അവർ കമാൻഡ് ഓവർ ലാംഗ്വേജ് തന്നെ OET സ്ട്രെസ് ചെയ്ത് നോക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലേ? ഒരു മെഡിക്കൽ പ്രൊഫഷണലുള്ള ലെറ്റർ എഴുതാൻ എളുപ്പമാണ്. ഒരു കണ്ടീഷൻ കണ്ടുപിടിച്ചു, അതിനുള്ള മാനേജ്മെൻറ്റ് എങ്ങനെ ചെയ്തു എന്ന് എഴുതാൻ എളുപ്പമാണ്. ഒരു സർജറി കഴിഞ്ഞ കേസ് നോട്ടാണെങ്കിലും സർജറി നടത്തി സർജറിക്ക് ശേഷം കൊടുത്ത മാനേജ്മെൻറ്റുകൾ എഴുതി പോകുക എന്നുള്ളത് ഈസ് ഇമ്പോർട്ടൻറ്റ്. It's very important. But when it comes to a non-medical professional, rather than the medical terms, how we are presenting the matter, the medical conditions or the complications of a patient to someone who has no knowledge of medicine or a medical background is very important. Their language plays the role. Okay, so make sure that you are familiar with writing in such a way as well. Okay. So I will give you the things that you have to be careful when you approach the exam. Meanwhile, you can also ask your last minute doubts. There will be many kind of doubts that you are having. ഒരുപാട് പേരുടെ മനസ്സിൽ ഇപ്പോഴും ഒരു ഡൗട്ട് കാണും.
അങ്ങനെ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ, അതും ഞാൻ അഡ്രസ്സ് ചെയ്യുന്നതായിരിക്കാം. അപ്പോൾ നമ്മുടെ ജിമോൾ ആൻ്റണി ഒരു ഡൗട്ട് പറയുന്നുണ്ട്, ടൈമിൽ ഫിനിഷ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിലൂടെ തന്നെയാണ് വന്നുകൊണ്ടിരുന്നത്. സി, കംപ്ലീറ്റിംഗ് അവർ ലെറ്റർ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ ലെറ്റർ കംപ്ലീറ്റ് ആയിരിക്കണം, ഇൻകംപ്ലീറ്റ് ആയി പോകരുത്. കംപ്ലീറ്റ് ഇൻ ദ സെൻസ് ഫോർമാറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. ഓൾ ഓഫ് എസ് ആർ ഫെമിലിയർ വിത്ത് ദ ഫോർമാറ്റ് ഓഫ് OET റൈറ്റിംഗ്. ദാറ്റ് മീൻസ് സ്റ്റാർട്ടിങ് ഫ്രം ഡേറ്റ് ആൻഡ് എൻഡിങ് വിത്ത് എന്താണ് ഡെസിഗ്നേഷൻ ഓഫ് ദ റൈറ്റർ ആണ് നമ്മൾ ഫോർമാറ്റ് പഠിച്ചിട്ടുണ്ട്. സോ ഐ ഡു റിപ്പീറ്റ് ദ മാൻഡേറ്ററി റിക്വയർമെൻറ്റ്സ് ഇൻ ആൻ OET റൈറ്റിംഗ്. Date, name and address of the reader, salutation, reference line, then introduction paragraph, 3 body paragraph, recommendation paragraph, and then conclusion, ending. Ending means yours faithfully or yours sincerely, and full designation of the writer. So these are the things that we have to include in our letter. ഇത്രയും കാര്യം വേണം. അപ്പം ഇതിലേതെങ്കിലും ഒന്ന് നമ്മൾ മിസ്സായി പോയാൽ നമ്മുടെ ലെറ്റർ ഇൻകംപ്ലീറ്റ് ആണല്ലേ. സോ ഇൻകംപ്ലീറ്റ് എന്നുള്ളൊരു കാറ്റഗറിയിലോട്ട് ഗ്രേഡ് ചെയ്യപ്പെടാനായിട്ടുള്ള സാധ്യതയുണ്ട്. സോ മേക്ക് ഷുവർ ദാറ്റ് യു ഡു ഇൻക്ലൂഡ് ദ ഫോർമാറ്റ് കറക്റ്റ്ലി ഇൻ ടു യുവർ ലെറ്റർ. നമ്മൾ ഡേറ്റ് മുതൽ താഴെ എന്താണ് ഫുൾ ഡെസിഗ്നേഷൻ ഓഫ് ദ റൈറ്റർ വരെ ഉണ്ട് എന്നുള്ളത് ഉറപ്പിക്കണം. എക്സ്ക്യൂസ് മീ. അപ്പോൾ ഇതെല്ലാം നടക്കേണ്ടത് 45 മിനിറ്റ്സിലാണ് അല്ലേ. ഈ 45 മിനിറ്റ്സിൽ നമുക്കിത് കംപ്ലീറ്റ് ചെയ്യണം. അതിൽ 5 മിനിറ്റ്സ് എന്ന് പറയുന്നത് റീഡിംഗ് ടൈമാണ്. സോ എക്സ്ക്യൂസ് മീ. So when we are inside the exam hall, our examiner will distribute the case note, and the first 5 minutes will be for reading only. So read the case note. We have no permission to touch any of our stationaries. ഒരു പെൻസിൽ പോലും കയ്യിൽ വെക്കരുത് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ വായിച്ച് മനസ്സിലാക്കുക. പിന്നീടുള്ള 40 minutes ഈസ് അവേഴ്സ്. സോ വി ക്യാൻ ഡിസൈഡ് വാട്ട് വി ആർ ഗോയിങ് ടു ഡു എന്നുള്ളത്. ഇപ്പം ജിമോളോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം ഞാനൊരു സ്ട്രാറ്റജി പറയുകയാണ്, അത് മിക്കവാറും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കാം. പക്ഷേ ഇതുവരെ അത് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ സംടൈംസ് യു മേ ഫീൽ ഡിഫിക്കൽട്ടി ഫോർ ടൈം അഡ്ജസ്റ്റ്മെൻറ്റ് എന്നുള്ളത്. അപ്പം നമുക്ക് ടൈം അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറയുന്നതിൻ്റെ മെയിൻ കാരണം എന്ന് തന്നെ നമ്മൾ കേസ് നോട്ട് നന്നായിട്ട് മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ്. ഓക്കെ, സോ ഇഫ് വി ഹാവ് സം കൈൻഡ് ഓഫ് ഡിഫിക്കൽട്ടി ഇൻ കംപ്ലീറ്റിംഗ് ദ ലെറ്റർ വിത്തിൻ ദ 40 minutes, that shows that you are not pretty familiar with or you are not sure about what all are the things that have happened in the case note എന്നുള്ളതാണ്. So in order to avoid that, you want to have good understanding of the case note. കേട്ടോ, അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു മിനിമം 3 തവണയെങ്കിലും കേസ് നോട്ട് വായിക്കണം. Make sure that you read the case note 3 times. അപ്പം ഫസ്റ്റ് റീഡിങ്ങിൽ നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് ആദ്യം നമ്മൾ കണ്ടുപിടിക്കേണ്ടത് റീഡർ ആരാണെന്നുള്ളതാണ്. നമ്മളിപ്പോൾ തൊട്ട് മുമ്പ് പറഞ്ഞ 3 കാറ്റഗറീസ് ഓഫ് റീഡേഴ്സിൽ ഏത് റീഡറിനാണ് ഞാൻ ലെറ്റർ എഴുതാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കുക. റീഡറിനെ കാണുന്ന ഉടനെ തന്നെ ഓബ്വിയസ് ആയിട്ട് നമ്മുടെ മനസ്സിലോട്ട് പർപ്പസ് വരും. ഫോർ എക്സാമ്പിൾ, കമ്മ്യൂണിറ്റി നഴ്സിനാണ് ലെറ്റർ എഴുതുന്നതെങ്കിൽ കെയർ എന്നുള്ളൊരു വാക്ക് നമ്മുടെ മനസ്സിൽ വന്നു കഴിഞ്ഞു അല്ലേ. സോ നഴ്സസ് ആർ കെയർ ഗിവേഴ്സസ്. അത് ആ കെയറിൽ വെദർ ഇറ്റ് ഈസ് കണ്ടിന്യൂയിങ് കെയർ, ഫർദർ കെയർ ഓർ മോണിറ്ററിങ്, അതിലിനി പ്രീ ഓപ്പറേറ്റീവ് കെയർ ആണോ, പോസ്റ്റ് ഓപ്പറേറ്റീവ് കെയർ ആണോ, നിയോനേറ്റൽ കെയർ ആണോ എന്നുള്ളത് മാത്രമേ ചേഞ്ച് വരുന്നുള്ളൂ. അത് കേസ് നോട്ട് വായിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകാനായിട്ട് പറ്റും. സോ എനിവേ ദാറ്റ് വേർഡ് കെയർ വിൽ ബി ഇൻ അവർ മൈൻഡ് അല്ലേ. ഡോക്ടർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാകും either അസസ്മെൻറ്റ് ഓർ മാനേജ്മെൻറ്റ്, അല്ലെങ്കിൽ ഫോളോ അപ്പ്, അല്ലെങ്കിൽ ഇൻ്റർവെൻഷൻ, ഇതിലേതെങ്കിലും ആയിരിക്കാം പർപ്പസ് വേർഡ്. ഇഫ് ഇറ്റ് ഈസ് എ സോഷ്യൽ വർക്കർ, അറേഞ്ച്മെൻറ്റ് ഓഫ് പർട്ടിക്കുലർ തിങ്സ് ആയിരിക്കാം എന്ത് വരുന്നത്, സോഷ്യൽ വർക്കറിന് വരുന്നത്. മാനേജേഴ്സ് ഓഫ് നഴ്സിംഗ് ഹോം എന്ന് പറഞ്ഞാലും either അഡ്മിഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ അറേഞ്ചിങ് സംതിങ് ഫോർ ദ പേഷ്യൻ്റ് ആയിരിക്കണം മാനേജർ ചെയ്യേണ്ടത്. അല്ലാതെ കണ്ടിന്യൂയിങ് കെയർ ആയിരിക്കണം എന്നില്ല ആ മാനേജർ ചെയ്യേണ്ടത്. ദെൻ പിന്നെ ആരാണ്, ഫിസിയോതെറാപ്പിസ്റ്റ് ആണെങ്കിൽ ഒബ്വിയസ്ലി പർപ്പസ് ഫിസിയോതെറാപ്പി ആയിരിക്കും. സോ ദാറ്റ് ഓൾസോ വിൽ കം ടു അവർ മൈൻഡ് ഡ്യൂറിങ് ദ ഫസ്റ്റ് റീഡിങ്. ആൻഡ് ഫസ്റ്റ് റീഡിങ് നെക്സ്റ്റ് കണ്ടുപിടിക്കേണ്ടത് ടൈപ്പ് ഓഫ് ലെറ്റർ എന്ന് പറയുമ്പോൾ റെഫറൽ, ഡിസ്ചാർജ് ആൻഡ്
ട്രാൻസ്ഫർ ലെറ്റർ ആണോ എന്നുള്ളത് കണ്ടുപിടിക്കുക. Then whether it is an urgent letter or not, or a normal letter. If it is an urgent letter, during organization you have to include the first paragraph എന്താണ് വരുന്നത്, ടുഡേയിലെ കാര്യം ആണോ എന്നുള്ളത് ഓർത്തോണം കേട്ടോ. അപ്പോൾ അർജൻറ്റ് ലെറ്റർ ആണെന്ന് എങ്ങനെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും? Patient needs urgent admission, patient needs urgent management, immediate evaluation, അല്ലെങ്കിൽ എമർജൻസി ട്രാൻസ്ഫർ, ഇങ്ങനെയൊക്കെ. അതായത് ഈ 3 വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചു എന്ന് വിചാരിക്കുന്നു. എമർജൻസി, ഇമ്മീഡിയറ്റ്, ദെൻ അർജൻറ്റ്. ഇത് ഒന്നുകിൽ ട്രാൻസ്ഫറിൻ്റെ കൂടെ, അല്ലെങ്കിൽ റെഫറലിൻ്റെ കൂടെ, അല്ലെങ്കിൽ അഡ്മിഷൻ്റെ കൂടെ, അസസ്മെൻറ്റിൻ്റെ കൂടെ, മാനേജ്മെൻറ്റിൻ്റെ കൂടെ, അറ്റൻഷൻ്റെ കൂടെ ഒക്കെ വരുവാണെങ്കിൽ ദാറ്റ് ലെറ്റർ വിൽ ബി എൻ അർജൻറ്റ് ലെറ്റർ. ദെൻ യു ഹാവ് ടു മേക്ക് ഷുവർ ദാറ്റ് യു റൈറ്റ് ദ ഫസ്റ്റ് പാരഗ്രാഫ് ടുഡേയിലെ കാര്യമാണ് എഴുതേണ്ടത്. അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർഗനൈസേഷൻ മാറിപ്പോകുന്നില്ല എന്നുള്ളത് കേട്ടോ. ഓക്കെ, സോ നമ്മൾ അർജൻറ്റ് ആണോ എന്ന് കണ്ടുപിടിച്ചു. ദെൻ known or unknown, very important. So known case, again I remind you എന്താണ് നോൺ കേസ് എന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാക്കണം, അല്ലെങ്കിൽ നമ്മുടെ കേസ് നോട്ട് നമ്മളെ ചിലപ്പോൾ കൺഫ്യൂസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. റീഡർ ഈസ് ഫെമിലിയർ വിത്ത് ദ സോഷ്യൽ ആൻഡ് പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററി ഓഫ് ദ പേഷ്യൻ്റ് ആണ് കേട്ടോ. ഇത്രയും കാര്യം റീഡറിന് അറിയാമെന്നുണ്ടെങ്കിൽ മാത്രമാണ് ലെറ്റർ നോൺ കേസ് ആവുന്നത്. അല്ലാതെ റീഡറിന് പേഷ്യൻ്റെ പേരറിയാം, അല്ലെങ്കിൽ പേഷ്യൻറ്റിനെ എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ട് എന്നൊന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നോൺ കേസ് അല്ല. സോ നോൺ കേസ് ലെറ്റർ മീൻസ് അവർ റീഡർ ഈസ് ഫെമിലിയർ വിത്ത് ദ സോഷ്യൽ ആൻഡ് പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററി ഓഫ് ദ പേഷ്യൻ്റ് എന്നുള്ളതാണ്. അങ്ങനത്തെ ഒരു ഐഡിയ നമുക്ക് കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ദാറ്റ് ലെറ്റർ വിൽ ബി എ നോൺ കേസ് ലെറ്റർ. സോ ഒബ്വിയസ്ലി വി ഡോണ്ട് നീഡ് ടു റൈറ്റ് സോഷ്യൽ ആൻഡ് പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററി എഴുതേണ്ട കാര്യം ഇല്ല. അപ്പം എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് വെച്ചാൽ ഹിസ് ജി പി, ഹെർ ജി പി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ജി പി മാത്രമാണ് നോൺ കേസ് എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഏത് ജോബ് റോളും, ഇപ്പോൾ റൈറ്റ് എ ലെറ്റർ ടു ഹിസ് ഫിസിയോതെറാപ്പിസ്റ്റ് എന്നാണ് നിങ്ങൾക്ക് എക്സാമിന് കിട്ടുന്നതെങ്കിൽ ഹിസ് ഫിസിയോതെറാപ്പിസ്റ്റ് എന്ന് പറയുന്നത് കൊണ്ട് തന്നെ പേഷ്യൻറ്റിന് ഓൾറെഡി ഫിസിയോതെറാപ്പി കൊടുക്കുന്ന ഫിസിയോതെറാപ്പിസ്റ്റാണ് നമ്മൾ ഒന്നുകൂടെ എഴുതുകയാണ്, അപ്ഡേഷനാണ് അല്ലേ. യു ആർ പേഷ്യൻസ് ഫാർമസിസ്റ്റ് എന്ന് പറഞ്ഞാലും എന്താണ്, അത് നോൺ കേസാണ്. അപ്പോൾ പല ജോബ് റോളുകളിൽ നോൺ ആകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പേഷ്യൻ്റ് ഓൾറെഡി അദ്ദേഹത്തിൻ്റെ അണ്ടറിൽ കെയറിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി ബിക്കമിങ് എ നോൺ കേസ് ലെറ്റർ. സോ നോൺ കേസ് ലെറ്ററിന് നമുക്ക് സോഷ്യൽ ആൻഡ് പാസ്റ്റ് മെഡിക്കൽ എഴുതേണ്ട. സോ അത് നമ്മൾ ഫസ്റ്റ് റീഡിങ്ങിലാണ് മനസ്സിലാക്കി വെക്കുന്നത്. പിന്നീട് നമ്മൾ പേഷ്യൻ്റ് ഡീറ്റെയിൽസ്, പേഷ്യൻ്റെ പേരും ഡേറ്റ് ഓഫ് ബർത്ത് അല്ലെങ്കിൽ ഏജ്, പിന്നെ നോക്കേണ്ടത് ജെൻഡർ, വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സോ ഈ ലെറ്ററിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഇപ്പം ഒരു 5 ഗ്രാമാറ്റിക്കൽ എറേഴ്സോ അല്ലെങ്കിൽ സ്പെല്ലിംഗ് എറേഴ്സോ ഒക്കെ വന്നാൽ നോ പ്രോബ്ലം. ബിക്കോസ് നോ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമുക്ക് 500-ൽ നിന്നൊരു 350-ന് മുകളിലോട്ട് നമുക്ക് മതിയല്ലോ. സോ അത് കിട്ടാനായിട്ട് നമുക്ക് പറ്റും. പക്ഷേ ഒരു ജെൻഡർ ചേഞ്ചോ അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ ചേഞ്ചോ പർപ്പസ് ചേഞ്ചോ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പാസ്സാകാനുള്ള ഒരു മാർക്കുണ്ടല്ലോ 300+, അത് കിട്ടണം എന്നില്ല, കിട്ടില്ല ജെൻഡർ ചേഞ്ച് ആണെന്നുണ്ടെങ്കിൽ. ഓക്കെ, സോ 290-ക്ക് താഴോട്ടുള്ള മാർക്കാണ് ജെൻഡർ ചേഞ്ചിന് വരുന്നത്. അപ്പോൾ ജെൻഡർ ചേഞ്ച് എന്ന് പറഞ്ഞാൽ ടൈറ്റിൽ ചേഞ്ച് ചെയ്യും. മിസ്റ്ററിന് പകരം മിസ് എഴുതുന്നു, അല്ലെങ്കിൽ മിസ്സസ് എഴുതുന്നു. മിസ്സസ് എഴുതിയപ്പം എസ് എഴുതാനായിട്ട് വിട്ടുപോയി, അല്ലെങ്കിൽ എസ് ഒരു പാരഗ്രാഫിൽ തെളിഞ്ഞില്ല, അത് മിസ്റ്ററായിട്ട് കാണുന്നു. ഇതൊക്കെ എന്താണ്, ജെൻഡർ ചേഞ്ചാണ്. ക്യാരക്ടർ ചേഞ്ച് എന്ന് പറഞ്ഞാൽ പേഷ്യൻറ്റിൻ്റെ പേരിൻ്റെ സ്ഥാനത്ത് റീഡറിൻ്റെ പേരെഴുതുന്നു, പേഷ്യൻ്റെ പേരിൻ്റെ സ്പെല്ലിങ് തെറ്റിച്ചെഴുതുന്നു. ഇതൊക്കെ ക്യാരക്ടർ ചേഞ്ച് എന്ന് പറയും. അതും ജെൻഡർ ചേഞ്ച് പോലെ തന്നെ ഒരു സീരിയസ് ഇഷ്യൂ ആണ്. പിന്നെ ലെറ്ററിനെ റൂയിൻ ചെയ്യുന്ന മറ്റൊരാളാണ് പർപ്പസ് ചേഞ്ച്. അതായത് ഭയങ്കര സീരിയസ് ആയിട്ടൊരു പർപ്പസ് ചേഞ്ച് വരുത്തരുത്. അതായത് നമുക്കിപ്പോൾ ഡോക്ടറിന് കണ്ടിന്യൂയിങ് കെയർ എഴുതുന്നു, അല്ലെങ്കിൽ നഴ്സിന് അസസ്മെൻറ്റ് ആൻഡ് മാനേജ്മെൻറ്റ് എഴുതുന്നു. അങ്ങനത്തെ സീരിയസ് ആയിട്ടുള്ള എറേഴ്സ്. ഇപ്പം നഴ്സിന് നിങ്ങൾ എഴുതി ഫർദർ കെയർ എഴുതി, അത് പർപ്പസ് ചേഞ്ച് അല്ല. ഓക്കെ, ഫിസിയോതെറാപ്പിസ്റ്റിന് കണ്ടിന്യൂയിങ് കെയർ എഴുതുന്നു, അങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടല്ലോ. അങ്ങനത്തെ മേജറായിട്ടുള്ള പർപ്പസ് ചേഞ്ച് വന്നാലും നമുക്ക് മാർക്ക് 300 ബിലോ ആകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താണ് ചെയ്യുന്നത്, ഫസ്റ്റ് റീഡിങ്ങിൽ തന്നെ പേഷ്യൻ്റെ ജെൻഡർ കണ്ടുപിടിക്കുന്നു. ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ യു ഫിനിഷ് ദ 5 minutes റീഡിങ് ടൈം, യു വോണ്ട് ടു റൈറ്റ് ഇൻ യുവർ ബുക്ക്ലെറ്റ്. നിങ്ങളുടെ ബുക്ക്ലെറ്റിൽ നിങ്ങൾക്ക് എഴുതാം. ഇല്ലയെന്നുണ്ടെങ്കിൽ അവിടെ റഫ് വർക്കിൻ്റെ പേപ്പർ ഉണ്ട്, അവിടെ പേഷ്യൻ്റെ ജെൻഡർ എഴുതി മാർക്ക് ചെയ്ത് വെക്കണം, വട്ടമിട്ട് വെക്കണം. ഹി അല്ലെങ്കിൽ ഷീ എന്നെഴുതി മാർക്ക് ചെയ്ത് വെക്കുക. സോ ദാറ്റ് അവർ അറ്റൻഷൻ ഓൾവേസ് ഗോസ് ഇൻ ടു ദാറ്റ് ആൻഡ് വി ആർ നോട്ട് മേക്കിംഗ് എ ജെൻഡർ ചേഞ്ച് കേട്ടോ. പലപ്പോഴും കുട്ടികൾ 1.25 പേജാണല്ലോ എഴുതേണ്ടത്. ഒരു പേജ് കഴിഞ്ഞ്
ബാക്കി ആ കാൽ പേജിലോട്ട് പോകുമ്പോഴത്തേന് ജെൻഡർ മാറിപ്പോകുന്നുണ്ട്. അതായത് ഒരു മറവി. ഓബ്വിയസ്ലി വി വിൽ ബി ഇൻ ലോട്ട്സ് ഓഫ് ടെൻഷൻ അല്ലേ, ഒരുപാട് ടെൻഷൻ്റെ നടുക്കിരുന്നാണ് ആ എക്സാം എഴുതുന്നത്. ലിസണിങ് കഴിഞ്ഞു, റീഡിങ് കഴിഞ്ഞു, ഇപ്പം റൈറ്റിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതെങ്ങനെ കൊണ്ടുപോകും എന്നുള്ളൊരു ടെൻഷൻ കാണും. അപ്പോൾ സംഭവിച്ചു പോകുന്നതാണ്. അപ്പോൾ അങ്ങനെ സംഭവിച്ചു പോകാനുള്ള എറേഴ്സിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്, നമ്മൾ 5 minutes റീഡിങ് ടൈം ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ എന്തായിരുന്നു പേഷ്യൻ്റെ ജെൻഡർ കണ്ടുപിടിച്ചത് അതിനെ നമ്മൾ എന്ത് ചെയ്ത് വേണ്ടണം, മാർക്ക് ചെയ്തിടണം. ദിസ് ഈസ് സംതിങ് ദാറ്റ് യു ഹാവ് ടു ഡൂ ഓൺ സാറ്റർഡേ കേട്ടോ, അത് ചെയ്യേണ്ടതാണ്. സോ ഫസ്റ്റ് റീഡിങ് അവിടെ നിൽക്കട്ടെ. ഐ വോണ്ട് ടു അഡ്രസ് സം ഓഫ് ദി ഡൗട്ട്സ് ഓഫ് ദി സ്റ്റുഡൻസ്. Subbrain is asking how to write provisional diagnosis GERD, gastroesophageal reflux, plus or minus stricture എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ പ്ലസ് ഓർ മൈനസ് നമുക്ക് കണ്ടീഷൻ്റെ കൂടെ വരാനുള്ള സാധ്യതയുണ്ട്. സോ പ്ലസ് ഓർ മൈനസ് സ്റ്റാൻഡ്സ് ഫോർ വിത്ത് ഓർ വിത്തൗട്ട് ആണ്. Okay, so if there is a plus or minus with any condition in your case note, that is with or without അല്ലേ. അപ്പോൾ ഇവിടെ ഗ്യാസ്ട്രോ ഈസോഫാഗൽ റിഫ്ലെക്സ് പ്ലസ് ഓർ മൈനസ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഗ്യാസ്ട്രോ ഈസോഫാഗൽ റിഫ്ലെക്സ് വിത്ത് ഓർ വിത്തൗട്ട് സ്ട്രക്ചറാണ്. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആണല്ലോ സബ്ബ്രെയിൻ. ദെൻ പ്രൊവിഷണൽ ഡയഗ്നോസിസ് ആയിട്ടാണ് തന്നിരിക്കുന്നതെങ്കിൽ ഹി അല്ലെങ്കിൽ ഷീ ഈസ് പ്രൊവിഷണലി ഡയഗ്നോസ്ഡ് വിത്ത് gastroesophageal reflex with or without stricture. This is how we want to write the introduction. Hope it is clear for you. If still you have any doubts, please ask me. Okay. Then Jaspin is asking, is school nurse known case or unknown case? Is asking. See, school nurse, it depends on the information which is given in the case note. In a normal case, there is no compulsion that the school nurse has to be known case, because in a school there will be one nurse and there will be many students, maybe more than 1,000 students, and it is not always compulsory that the nurse is familiar with or nurse knows all the students. Okay. No, it's not practical. So there are chances of unknown case. And on the other hand, if it is mentioned in the case note that the child already had a visit to the school nurse earlier, or they had a meeting earlier, that shows that it is a non-case letter. ഓക്കെ, ഹോപ്പ് ജസ്റ്റ് ഇറ്റ് ഈസ് ക്ലിയർ ഫോർ യു. അപ്പം എപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനെ നമുക്കൊന്നിനെയും ഇത് നോൺ കേസ് ആണ്, സ്കൂൾ നേഴ്സ് വന്നാൽ നോണാണ് അൺനോൺ ആണെന്ന് പറയാൻ പറ്റില്ല. ഇതിനെങ്ങനെ വേണമെങ്കിലും കോണ്ടെക്സ്റ്റിലൂടെ മറിക്കാനായിട്ട് പറ്റും. സോ വി ഹാവ് ടു ഗിവ് അവർ മാക്സിമം അറ്റൻഷൻ ടു ദ കേസ് നോട്ട് വെൻ വി റീഡ്. അപ്പോൾ ഫസ്റ്റ് ടൈം ആണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് അൺനോൺ കേസ്. ഓൺ ദ അതർ ഹാൻഡ്, ഇഫ് ഇറ്റ് ഈസ് ഫോർ ദ സെക്കൻഡ് ടൈം ഓർ ദ ഫർദർ ടൈംസ് ദ ചൈൽഡ് ഈസ് അറ്റൻഡിങ് ടു ദ സ്കൂൾ നഴ്സ്, ദാറ്റ് ബിക്കംസ് നോൺ കേസ്. ഓക്കെ, യെസ്. Then first reading കഴിഞ്ഞു and Sabrina is asking about arrangement of paragraph. Of course, I am into that. Organizational ഞാൻ വരികയാണ്. Then second reading you want to find out the relevant points. അപ്പോൾ നമുക്ക് now we are familiar with the reader, his type and purpose എന്താണെന്നൊരു ഐഡിയയിലാണ് സെക്കൻഡ് റീഡിങ് ചെയ്യുന്നത്. ആ സമയത്ത് find out the relevant points. Relevant points in the case note means the points which our reader wants. നമ്മുടെ റീഡറിന് ഈ കേസ് നോട്ടിൽ നിന്ന് എന്തൊക്കെ പോയിന്റ് വേണം എന്നുള്ളതാണ് റെലവൻറ്റ് പോയിന്റ് കേട്ടോ. എപ്പോഴും നിങ്ങൾ ഓർത്തോളുക, ഒരു കേസ് നോട്ടിൽ കിടക്കുന്ന എല്ലാ പോയിന്റ്സും നമുക്ക് ലെറ്ററിൽ വേണ്ടതാകണം എന്നില്ല. പേഷ്യൻറ്റിനെ സംബന്ധിച്ചുള്ള മുഴുവൻ കാര്യങ്ങളും ആ കേസ് നോട്ടിലുണ്ട്. ആ ഒരു കേസ് നോട്ട് വെച്ച് നമുക്ക് മൾട്ടിപ്പിൾ റീഡേഴ്സിന് ലെറ്റർ എഴുതാൻ പോസിബിളാണ്. അതേ സെയിം കേസ് നോട്ട് വെച്ച് നമുക്ക് കമ്മ്യൂണിറ്റി നഴ്സിന് ലെറ്റർ എഴുതാം, ഡോക്ടറിന് എഴുതാം, GPക്ക് എഴുതാം, ഫിസിയോതെറപ്പിസ്റ്റിന് എഴുതാം, സോഷ്യൽ വർക്കറിന് എഴുതാം, സൈക്കോളജിസ്റ്റിന്. ഇറ്റ് ഈസ് പോസിബിൾ. അപ്പം ഈ റീഡർ മാറുന്നതിനനുസരിച്ച് അതിൽ നിന്നും എന്ത് സംഭവിക്കും? പോയിൻറ്റ്സ് ഡിഫേഴ്സ്. സോ ഇറ്റ് ഈസ് അവർ അൾട്ടിമേറ്റ് റെസ്പോൺസിബിലിറ്റി ദാറ്റ് വി ഡു ഫൈൻഡ് ഔട്ട് ദ റെലവൻറ്റ് പോയിൻറ്റ്സ് from the case note. Relevant point means the points that we want to inform our reader wants. Find it out according to the reader and make sure that you do tick all the relevant points during the second reading. Okay, നിങ്ങൾ ടിക്ക് ചെയ്ത് പോകണം എല്ലാ റെലവൻറ്റ് പോയിൻറ്റ്സിനെ. ആൻഡ് ആഫ്റ്റർ വി ഡു ദാറ്റ് സെക്കൻഡ് റീഡിങ്, നെക്സ്റ്റ് വൺ ഈസ് എന്താണ്?
ഓർഗനൈസേഷനാണ്. ഓക്കെ, സോ സബ്രീൻ, ഐ എം ടു യുവർ പോയിൻറ്റ്, ഹൗ ടു ഓർഗനൈസ് ദ കേസ് നോട്ട് എന്നുള്ളതാണ്. സി, നമ്മുടെ ലെറ്ററിൻ്റെ മാർക്ക് നന്നായിട്ട് കുറയാൻ സാധ്യതയുള്ള ഒരു ഫാക്ടർ തന്നെയാണ് ലെറ്ററിനെ പെർഫെക്റ്റ്ലി ഓർഗനൈസ് ചെയ്തിട്ടില്ല എന്നുള്ളത്. ഓക്കെ, സി, ഓർഗനൈസേഷൻ മീൻസ് the similar things have to be grouped together. സിമിലർ ആയിട്ടുള്ള ആൾക്കാരെയാണ് നമ്മൾ ഓർഗനൈസ് ചെയ്യുമ്പോൾ എന്തോ ചെയ്യേണ്ടത്, ഗ്രൂപ്പ് ചെയ്യേണ്ടത്. ഇപ്പം നമ്മൾ ഓൾറെഡി സെക്കൻഡ് റീഡിങ്ങിൻ്റെ സമയത്ത് വി ഹാവ് ഫൗണ്ട് ഔട്ട് എന്താണ് വിച്ച് ആർ ദ റെലവൻറ്റ് പോയിൻറ്റ്സ്. അതിനെ അതേ ഓർഡറിൽ താഴോട്ട് എഴുതിയാൽ OET ലെറ്റർ നീറ്റായിട്ട് എഴുതാമെന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത്. വി ഹാവ് ടു ഓർഗനൈസ് ദോസ് റെലവൻറ്റ് പോയിൻറ്റ്സ്. ഓക്കെ, എന്താണ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് ഞാനിപ്പോൾ പറഞ്ഞ ടേമാണ്, ഇത് വെരി ഇമ്പോർട്ടൻറ്റ്. ഗ്രൂപ്പിംഗ് ഓഫ് സിമിലർ ഐഡിയാസ്, സിമിലർ ആയിട്ടുള്ള കാര്യങ്ങളെ ഗ്രൂപ്പ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ കേസ് നോട്ട് നോക്കുക. പേഷ്യൻ്റ് ആദ്യം വന്ന് പറഞ്ഞ കംപ്ലയിൻറ്റ്സ്, അതിനെ തുടർന്ന് കൊടുത്ത അസസ്മെൻറ്റ്, പോയ ഇൻവെസ്റ്റിഗേഷൻസ്, ആൻഡ് ത്രൂ വാട്ട് ഇൻവെസ്റ്റിഗേഷൻ ദ ഡയഗ്നോസിസ് വാസ് കൺഫേംഡ്, ആൻഡ് ദ പർട്ടിക്കുലർ മാനേജ്മെൻറ്റ് വിച്ച് വാസ് ഗിവൺ ഫോർ ദ ഡയഗ്നോസിസ്. ഇത്ര എഴുതുമ്പോഴത്തേനും നമുക്ക് ഒരു പാരഗ്രാഫിനുള്ളതായി. ഓക്കെ, സോ ദീസ് ആർ ദ സിമിലർ ഐഡിയാസ്. വന്നതിനെ തുടർന്നുള്ള ഒരു 5 ഡീറ്റെയിൽസ് നമ്മൾ ഒരുമിച്ച് പറഞ്ഞു. Okay, so the 5 things that has happened with the patient either in the hospital or in the clinic once he was admitted or presented with the complaints has to be arranged as the first paragraph. Okay, so we have permission to write 3 to 5 paragraphs, and make sure that when you write a paragraph there is minimum 4 to 6 സെൻറ്റൻസ് ഇൻ എ പാരഗ്രാഫ്. അതിനെയാണ് ഒരു പാരഗ്രാഫ് എന്ന് പറയുന്നത്. 4 മുതൽ 6 അല്ലെങ്കിൽ 5 എന്നുള്ളത് എടുക്കാം. ഒരു 5 സെൻറ്റൻസ് വേണം ഒരു പാരഗ്രാഫിൽ. അങ്ങനെ ഒരു ഓർഡറിൽ ഫൈൻഡ് ഔട്ട് 5 പോയിൻറ്റ്സ് ആൻഡ് ഗ്രൂപ്പ് ഇറ്റ് ആസ് ദ ഫസ്റ്റ് പാരഗ്രാഫ്. Then what will be the next paragraph when you write? So here through the 5 sentences we have written the things which has happened up to the management which was given. Then if there is any continuations of the management, suppose for a condition we have managed the patient through a surgery, therefore he underwent the surgery എന്ന് പറഞ്ഞാണ് നമ്മൾ മുകളിലത്തെ പാരഗ്രാഫ് നിർത്തിയിരിക്കുന്നത്. ഇനിയും അടുത്തതായിട്ട് ഏത് തരത്തിലുള്ള പോയിൻറ്റ്സ് ആണ് നെക്സ്റ്റ് പാരഗ്രാഫിലോട്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? ഇതൊക്കെ നമ്മൾ ഒരുപാട് തവണ നമ്മുടെ കേസ് നോട്ടിൻ്റെ അറേഞ്ച്മെൻറ്റിലൂടെ പറഞ്ഞതാണ്. ഇപ്പോൾ ആസ് വി ഹാവ് മെൻഷൻ, സിൻസ് ദിസ് ഈസ് എ ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻ, ഇറ്റ്സ് അഗെയിൻ എ റിമൈൻഡർ ഓൺലി. പറയൂ, ഏത് തരത്തിലുള്ള ഇൻഫർമേഷൻ നമ്മുടെ അടുത്ത പാരഗ്രാഫ് ആകുന്നത്? Simi Sijo is asking the difference between continued care and ongoing care. See, Simi, it is not continued care, continuing care ആണ് കേട്ടോ. See, continued care എന്ന് ചിലപ്പോൾ നമുക്ക് കേസ് നോട്ടിൽ കണ്ടാലും there is not something called continued care. continued ആയിട്ടൊരു സാധനം, continued management ഉണ്ട്, continued observation ഉണ്ട്, but the care is always continuing. 24 hours കെയറിനെയാണ് നമ്മൾ സാധാരണ കണ്ടിന്യൂഡ് എന്നുള്ള വാക്കുകൊണ്ട് പറയുന്നത്. ഇപ്പോൾ കണ്ടിന്യൂഡ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ കണ്ടിന്യൂഡ് ഒബ്സർവേഷൻ എന്നൊക്കെ പറഞ്ഞാൽ ഇറ്റ്സ് ഫോർ 24 hours. പക്ഷെ നമ്മളൊരിക്കലും കണ്ടിന്യൂഡ് എന്നുള്ള ഒരു എന്താണ് അഡ്ജക്റ്റീവ് കെയറിൻ്റെ കൂടെ കൊടുക്കാറില്ല. ഇറ്റ് ഈസ് എയ്തർ വിത്ത് എന്തായിരുന്നു management or observation. Okay, make sure that you always write continuing care. Continuing care is synonym ആണ് ongoing care. Then what is continuing care or ongoing care? Means the care which is in the same, കൊടുത്ത കെയർ അതുപോലെ കണ്ടിന്യൂ ചെയ്യുന്നത് പേഷ്യൻ്റ്. the care which we were giving to the patient has to be continued in the same manner by another nurse. അതിനെയാണ് continuing care എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഓക്കെ, സോ അപ്പോൾ നമ്മളിപ്പം മാനേജ്മെൻ്റ് ആണ് എഴുതി നിർത്തിയിരിക്കുന്നത്. സോറി, വന്നു കഴിഞ്ഞ് സർജറി വരെ എഴുതിയിട്ടുണ്ടല്ലോ. ഇതിന് ആഫ്റ്റർ ദ നെക്സ്റ്റ് പാരഗ്രാഫ് ഒബ്വിയസ്ലി വി വോണ്ട് ടു റൈറ്റ് ദ മാനേജ്മെൻറ്റ് വിച്ച് ആർ ഗിവൺ ആഫ്റ്റർ ദ സർജറി അല്ലേ. അല്ലെങ്കിൽ പേഷ്യൻ്റ് ICUയിലോട്ടാണ് മാറ്റിയെന്ന് വെച്ചോ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ICUയിൽ ചെന്നതിന് ശേഷം നടന്ന കാര്യങ്ങൾ, ഇന്ന മെഡിസിൻസ് കൊടുത്തു, അപ്പം ഇവ എന്തൊക്കെ എക്സാമിനേഷൻ ആരൊക്കെ വന്ന് കണ്ടു, എന്തൊക്കെ പറഞ്ഞു, അല്ലെങ്കിൽ ഫിസിയോതെറാപ്പി തുടങ്ങി, അങ്ങനത്തെ കാര്യങ്ങൾ. ഇനി സർജറി കഴിഞ്ഞതിന് ശേഷമാണെങ്കിൽ ഡ്രസ്സിങ് കൊടുത്തു, ഫിസിയോതെറാപ്പി തുടങ്ങി, കംപ്രഷൻ സ്റ്റോക്കിങ്സ് ഇഷ്യൂ ചെയ്തു. ഞാനൊരു എക്സാമ്പിൾ മാത്രമാണ് പറയുന്നത് കേട്ടോ. നിങ്ങളുടെ കേസ് നോട്ടിൽ കിട്ടാൻ പോകുന്നതിനകത്ത് എന്താണോ പറഞ്ഞിരിക്കുന്നത് അതാണ് എഴുതേണ്ടത്. അപ്പോൾ അത് എന്താണ് ഗ്രൂപ്പ് ചെയ്തു, സിമിലർ ഐഡിയ ആണ്. എന്താണ് അതിൻ്റെ അകത്ത് സിമിലാരിറ്റി? അതായത് പേഷ്യൻറ്റിൻ്റെ മാനേജ്മെൻറ്റുകളാണ് അവർ.
അത് കഴിഞ്ഞ് ഇനി അടുത്ത പാരഗ്രാഫ് എന്ന് പറയുന്നത് റെക്കമെൻഡേഷനാണ്. റെക്കമെൻഡേഷൻ എന്ന് പറഞ്ഞാലേ അതിനകത്തുണ്ട് സംതിങ് ദാറ്റ് അവർ പേഷ്യൻ്റ് ഈസ് ഇൻ നീഡ് ഓഫ്. നമ്മുടെ പേഷ്യൻറ്റിന് ഇനിയും വേണ്ട കാര്യങ്ങളാണ്. അപ്പം ഇറ്റ് ഈസ് അവർ റെസ്പോൺസിബിലിറ്റി ദാറ്റ് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ റെക്കമെൻഡേഷൻസ് ഓഫ് ദ പേഷ്യൻറ്റ്. പേഷ്യൻറ്റ് ഇനിയും എന്തൊക്കെ നമ്മുടെ റീഡർ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ റീഡർ എന്തൊക്കെ അറിഞ്ഞിരിക്കണമെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ അത് കണ്ടുപിടിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ വെർബ് V1 കേസ് നോട്ടിൽ കിടക്കുന്ന കാര്യങ്ങളൊക്കെ പേഷ്യൻറ്റിന് ഇനിയും വേണ്ടതായിരിക്കും. ഓക്കെ, V1 ഇപ്പം എൻകറേജ്, പ്രൊവൈഡ്, അഡ്വൈസ്, ADVICE, മോണിറ്റർ, ഇതൊക്കെ എന്താണ് വെർബിൻ്റെ V1 ഫോംസ് ആണ്. അങ്ങനെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതിപ്പോൾ നഴ്സിംഗ് മാനേജ്മെൻറ്റ് എന്നുള്ള ഹെഡിങ്ങിൻ്റെ അടിയിലാണെങ്കിലും ഇഫ് ഇറ്റ് ഇസ് എ V1 you have to take it into the recommendation paragraph. ക്ലിയർ അല്ലേ? ഇപ്പോൾ നഴ്സിംഗ് മാനേജ്മെൻറ്റിനകത്ത് കിടക്കുന്നു എന്താണ് എൻകറേജ് ന്യൂട്രീഷ്യസ് ഡയറ്റ്. അത് കൊടുത്ത നഴ്സിംഗ് മാനേജ്മെൻ്റ് ആണോ? എൻകറേജ് ന്യൂട്രീഷ്യസ് ഡയറ്റ് അല്ല. എൻകറേജ് V1 ആണ്, ചെയ്യൂ എന്നാണ്, ഇനിയും ചെയ്യേണ്ടതാണ്. അപ്പം അങ്ങനെ V1 ഫോംസിൽ കിടക്കുന്ന കാര്യങ്ങൾ ഒക്കെ നമുക്ക് എങ്ങോട്ടാണ് അറേഞ്ച് ചെയ്യേണ്ടത്? റെക്കമെൻഡേഷൻ പാരഗ്രാഫ്. ദാറ്റ് മീൻസ് ദ ലാസ്റ്റ് പാരഗ്രാഫ് ഓഫ് ദ ലെറ്ററിലോട്ടാണ് കൊണ്ടുപോകേണ്ടത്. അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ മാനേജ്മെൻ്റ് എന്ന് പറഞ്ഞാൽ V2 V3 കിടക്കുന്ന കാര്യങ്ങളായിരിക്കാം. വെർബിൻ്റെ സെക്കൻഡ് ഫോമിലോ തേർഡ് ഫോമിലോ. ഇപ്പം എന്താണ് പ്രൊവൈഡഡ് അല്ലെങ്കിൽ ഇഷ്യൂഡ് കംപ്രഷൻ സ്റ്റോക്കിങ്സ്, ഗിവൺ ഇൻസ്ട്രക്ഷൻസ് ഓൺ വൂണ്ട് കെയർ. ഇതൊക്കെ എന്താണ്? ഇഷ്യൂഡ് എന്ന് പറഞ്ഞാൽ V2 ആണ്. അതേസമയം ഗിവൺ എന്ന് പറഞ്ഞാൽ ഗിവിൻ്റെ V3 ആണ്. അപ്പം V2 ഫോമിലും V3 ഫോമിലും കിടക്കുന്നവർ എന്തായിരിക്കും? കഴിഞ്ഞ കാര്യങ്ങളായിരിക്കാം. അത് പേഷ്യൻ്റ് വന്നത് അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് എന്നുള്ള പാരഗ്രാഫിലാണ് എഴുതേണ്ടത്. വി ഹാവ് നോ പെർമിഷൻ ടു മിക്സ് ദീസ് ഐറ്റംസ്. അതായത് കഴിഞ്ഞ കാര്യം കൊണ്ടുവന്ന് റെക്കമെൻഡേഷൻ്റെ അകത്ത് കൊണ്ടുവന്ന് എന്താണ് അതായത് മാനേജ്മെൻറ്റിൻ്റെ അകത്ത് ഇനിയും വേണ്ട കാര്യങ്ങളും എഴുതുന്നത് ഈസ് നോട്ട് ഫെയർ ഇൻ OET റൈറ്റിംഗ്. അതാണ് നിങ്ങൾ ഓർഗനൈസേഷനിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. സോ അതിന് നമ്മളെ സഹായിക്കുന്നത് നമുക്ക് കേസ് നോട്ടിൽ തന്നിരിക്കുന്ന നോട്ടിൻ്റെ അകത്ത് വെർബുകളാണ്. ഇഫ് ഇറ്റ് ഇസ് എ വെർബ് V1 has to be taken to the recommendation paragraph and V2 and V3 has to be taken as മാനേജ്മെൻറ്റ് പാരഗ്രാഫ് അല്ലെങ്കിൽ അഡ്മിഷൻ ചെയ്ത പാരഗ്രാഫിൻ്റെ അകത്തോട്ടാണ് പോകേണ്ടത്. ഇനി ചില നൗൺസ് കാണും. നൗൺ ഫോംസ്. ഇപ്പം നമ്മൾ വെർബിൻ്റെ കാര്യമാണ് പറഞ്ഞത്. നൗൺ ഇപ്പോൾ ഡ്രസ്സിങ് എന്ന് കിടക്കുകയാണ് നഴ്സിംഗ് മാനേജ്മെൻറ്റ് അകത്ത്. അപ്പം നിങ്ങൾ എപ്പോഴും ഓർത്തോളം ഇറ്റ് ഇസ് എ നൗൺ. നമ്മൾ പേഷ്യൻറ്റിന് കൊടുത്ത ഒരു സാധനത്തിൻ്റെ പേരാണ് ഡ്രസ്സിങ് എന്നുള്ളത്. സോ ഡ്രസ്സിങ് ഇസ് എ നൗൺ. അപ്പോൾ ആ നൗണിനെ നമ്മൾ ഏത് ഹെഡിങ്ങിൻ്റെ താഴെയാണോ അവിടെ പ്ലേസ് ആണ് ചെയ്യുന്നത് കേട്ടോ. സോ നഴ്സിംഗ് മാനേജ്മെൻറ്റ് താഴെ ഡ്രസ്സിങ് ആണെങ്കിൽ എന്താണ്? ഹിസ് ഡ്രസ്സിങ് വാസ് ചേഞ്ച്ഡ് എന്നാണ്. എന്നാൽ ഡിസ്ചാർജ് പ്ലാനിൻ്റെ താഴെ ഡ്രസ്സിങ് എന്ന് മാത്രമാണെന്ന് പറയുന്നത് ഡ്രസ്സിങ് നൗണാണ്. അതായത് പ്ലീസ് ചേഞ്ച് ഹിസ് ഡെയിലി വൂണ്ട് ഡ്രസ്സിങ് എന്നാണ്. ഇനിയും ചേഞ്ച് ചെയ്യണം എന്നാണ്. അപ്പം ഇത് വെർബിൻ്റെ കാര്യം മിക്കവാറും പേർക്കും അറിയാം. പക്ഷേ ഇങ്ങനെ ഡ്രസ്സിങ് എന്ന് അല്ലെങ്കിൽ MRI എന്ന് അല്ലെങ്കിൽ ഒരു ടെസ്റ്റിൻ്റെ പേര് അല്ലെങ്കിൽ കംപ്രഷൻ സ്റ്റോക്കിങ്സ് അങ്ങനെ കുറച്ച് സാധനങ്ങളുടെ പേരുകൾ നൗണുകൾ കാണുമ്പോൾ സ്റ്റുഡൻസ് ഗെറ്റ് കൺഫ്യൂസ്ഡ്. ഇതിനെ എങ്ങോട്ട് എടുത്തുകൊണ്ട് പോകണമെന്ന്. എങ്ങോട്ടും എടുത്തുകൊണ്ട് പോകണ്ട. കേസ് നോട്ടിൽ നിങ്ങൾ എവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നോ അവിടെ പ്ലേസ് ചെയ്താണ് ലെറ്റർ എഴുതേണ്ടത്. ഓക്കെ, സോ ഇതാണ് ഓർഗനൈസേഷൻ്റെ ഒരു ബേസിക് പ്രിൻസിപ്പിൾ. പിന്നെ നമ്മൾ എഴുതുന്ന ലെറ്റർ അൺനോൺ കേസ് ലെറ്റർ ആണെങ്കിൽ ഓൾവേസ് മേക്ക് ഷുവർ ദാറ്റ് വി വോണ്ട് ടു ഹാവ് എ സോഷ്യൽ ആൻഡ് മേക്ക് ഷുവർ ചെയ്യേണ്ട. സോഷ്യൽ വേണം നിർബന്ധമില്ല അൺനോൺ കേസസിനെല്ലാം കേട്ടോ. നമ്മൾ അൺനോൺ എഴുതുന്നു, സോഷ്യൽ എഴുതണം എന്നുണ്ടെങ്കിൽ അതായത് റീഡറിന് അറിയാനുള്ള എന്തെങ്കിലുമൊക്കെ ഡീറ്റെയിൽസ് സോഷ്യലിനുണ്ടെങ്കിൽ നമ്മൾ എഴുതി വെച്ചാൽ മതി. അതായത് സോഷ്യൽ എന്നുള്ള പാരഗ്രാഫ് എഴുതിയിട്ടില്ല എന്നുള്ള ഫോർ ദ റീസൺ ദാറ്റ് വി ഹാവൻ ഇൻക്ലൂഡ് എ പാരഗ്രാഫ് കോൾഡ് സോഷ്യൽ ആൻഡ് പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററി അവർ ലെറ്റർ വിൽ നോട്ട് ബിക്കം എ നോൺ കേസ് ലെറ്റർ ആവത്തില്ല. റീഡറിന് ആവശ്യമില്ലാത്തത് കൊണ്ടായിരിക്കാം നമ്മൾ എഴുതുക. റീഡറിന് ആവശ്യമുണ്ടെങ്കിൽ നമ്മളൊരു അൺനോൺ കേസിനൊരു സോഷ്യൽ എഴുതുന്നു. അപ്പോൾ നോക്കിക്കേ, സോഷ്യൽ ആൻഡ് പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററിനെയാണ് ഗ്രൂപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ സോഷ്യൽ ആൻഡ് പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ ഞാൻ പറയാം എന്താണ്. പേഷ്യൻറ്റിൽ നിന്ന് ആദ്യം മുതലേ ഉള്ളതാണ്. ഹോസ്പിറ്റലിൽ വന്ന് അഡ്മിറ്റ് ആയതിനു ശേഷം അല്ലെങ്കിൽ ഒരു ക്ലിനിക്കിൽ പ്രസൻറ്റ് ചെയ്തതിന് ശേഷം പേഷ്യൻറ്റിന് നടന്ന കാര്യങ്ങൾ വല്ലതും പേഷ്യൻ്റെ സോഷ്യലാണോ? So I know there are students who are not thorough with Malayalam, who don't understand Malayalam. So them I'll ask it in English. See, if something which has happened after the hospitalization or after the admission of the patient or after the patient has come to the clinic after the presenting complaint, anything which has happened after that,
whether it is social or something which has happened after that. Is it possible for us to take those details into the social paragraph? Okay, so please comment me. See, another doubt. Child ആണ് പേഷ്യൻ്റ് എങ്കിൽ മദർ പറഞ്ഞ കാര്യങ്ങൾ പറയാൻ എപ്പോഴും ഹിസ് മദർ മാത്രം യൂസ് ചെയ്താൽ പ്രോബ്ലം ഉണ്ടോ? നോ പ്രോബ്ലം. ശരിക്കും അങ്ങനെ ഉപയോഗിക്കുന്നത് തന്നെയാണ് സേഫ് കേട്ടോ. പെട്ടെന്ന് കുട്ടി ആൺകുട്ടിയാണ്, അമ്മയുടെ കാര്യം പറഞ്ഞിട്ട് ആ ജെൻഡർ പ്രൊനൗൺ ഷീ ഉപയോഗിച്ചാൽ ചിലപ്പോൾ നമുക്ക് ജെൻഡർ ചേഞ്ച് എന്നുള്ളൊരു കോൺസെപ്റ്റൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എപ്പോഴും നമുക്ക് പേഷ്യൻറ്റിൻ്റെ ഒരു റിലേറ്റീവ് മറ്റൊരാളെക്കുറിച്ച് പറയുന്നുവെങ്കിൽ ആ റിലേഷൻ വെച്ച് ഹിസ് മദർ, ഹെർ ഫാദർ, ഹിസ് വൈഫ് അങ്ങനെയൊക്കെ എഴുതുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് കേട്ടോ. Then when we write two medical conditions in social paragraph, like one diagnosed in 2016 and other 2011, how will we write? See, if it is a condition which is not an ongoing condition, hypertension or diabetes ഒന്നും അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എഴുതാം എന്താണ്, he was diagnosed with ആദ്യത്തെ കണ്ടീഷൻ ആൻഡ് നെക്സ്റ്റ് കണ്ടീഷൻ ഇന്നാണ് ഉപയോഗിക്കേണ്ട പ്രിപ്പോസിഷൻ ഓഫ് ടൈം ഇൻ 2016 ആൻഡ് 2011 എന്നാണ് എഴുതേണ്ടത്. എന്തായിരുന്നു ഓൺഗോയിങ് കണ്ടീഷൻ അല്ലെങ്കിൽ ഓൺഗോയിങ് കണ്ടീഷൻസിന് എപ്പോഴും നമ്മൾ ഹാസ് ഹാഡ് വെച്ചാണ്. ഹി ഹാസ് ഹാഡ് hypertension and diabetes since 2006 and 2011 എന്നാണ് എഴുതുന്നത്. ഓക്കെ. Yes, Sharon has asked if dressing is seen in management as well as in discharge plan, how we can write? Can I write he has been? Of course. അപ്പം പേഷ്യൻറ്റിന് ഡ്രസ്സിങ് ഓൾറെഡി മാനേജ്മെൻ്റ് ആയിട്ട് കൊടുത്തു, ഇനിയും വേണം. അപ്പം നമുക്ക് എന്താണ് ഹി ഹാസ് ബീൻ പ്രൊവൈഡഡ് ഡ്രസ്സിങ് ചേഞ്ച് എന്ന് എഴുതാം, നോ പ്രോബ്ലം. ഹാസ് ബീൻ വെച്ച് അതായത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൽ നമുക്ക് എന്ത് ചെയ്യാം, എഴുതാനായിട്ട് പറ്റും കേട്ടോ. അതല്ല എന്നുണ്ടെങ്കിൽ ഡ്യൂറിങ് ഹോസ്പിറ്റലൈസേഷൻ ഹിസ് ഡെയിലി ഡ്രസ്സിങ് വാസ് ചേഞ്ച്ഡ് എന്ന് എഴുതാം. എന്നിട്ട് ഇറ്റ് വുഡ് ബി അപ്രീഷിയേറ്റഡ് ഇഫ് യു കുഡ് പ്രൊവൈഡ് ഡെയിലി ഡ്രസ്സിങ് ചേഞ്ച് ഫോർ മിസ്റ്റർ എക്സ് എന്ന് എഴുതിയാലും നോ ഇഷ്യൂസ്. അപ്പോൾ അതെങ്ങനെ തീരുമാനിക്കുമെന്ന് വെച്ചാൽ, സി ഇഫ് ഇറ്റ് ഈസ് സംതിങ് ദാറ്റ് അവർ റീഡർ വാണ്ട്സ് ടു ഡു, നമ്മുടെ റീഡറാണ് അത് ചെയ്യേണ്ടതെങ്കിൽ ഓൾവേസ് ഇറ്റ് ഈസ് ബെറ്റർ ടു റൈറ്റ് ഇറ്റ് ഇൻ ദ റെക്കമെൻഡേഷൻ പാരഗ്രാഫ്. ഓക്കെ. Yes, many of our students are joining. So before I was on to the doubts by the students, I have asked you a question, right? ഹോസ്പിറ്റലൈസേഷന് ശേഷം നടന്ന കാര്യങ്ങൾ സോഷ്യലിലോട്ട് കൊണ്ടുപോകുമോ എന്നുള്ളതല്ലേ? ഇല്ല. അത് അങ്ങനെ നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി. ഹോസ്പിറ്റലിൽ വന്നതിന് ശേഷം നടന്ന കാര്യങ്ങൾ ഒരിക്കലും സോഷ്യലല്ല. അപ്പം അതിന് മുമ്പേ കുറേ നാളുകളായിട്ട് പേഷ്യൻറ്റിനുള്ളത് അല്ലെങ്കിൽ വരുന്നതിന് മുമ്പ് കണ്ടുപിടിച്ചതായിട്ടുള്ള കണ്ടീഷൻസൊക്കെ ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, സോഷ്യൽ ആൻഡ് പാസ്റ്റ് മെഡിക്കലോട്ട് എഴുതേണ്ടത്. നോക്കിക്കേ, ഞാനൊരു എക്സാമ്പിൾ പറയാം. റീസെൻ്റായിട്ട് ഒരു നീ ഇഞ്ചുറിയെ തുടർന്ന് ലോവേർഡ് മൊബിലിറ്റി ഉള്ളൊരു പേഷ്യൻ്റെ ഫിസിയോതെറാപ്പിസ്റ്റിന് ലെറ്റർ എഴുതുക. പേഷ്യൻ്റ് ഓൾറെഡി ലിംബുണ്ട്, ലിംബെന്ന് പറഞ്ഞാൽ എന്താണ്, മുടന്തുണ്ട്. അപ്പോൾ അത് എഴുതുമ്പോൾ ഇന്ന ദിവസം പേഷ്യൻ്റ് വീണു, ഹി ഹാഡ് എ നീ ഇഞ്ചുറി ആൻഡ് ഹി ഹാഡ് റെസ്ട്രിക്റ്റഡ് മൊബിലിറ്റി ആൻഡ് ഹി കമൻസ്ഡ് ഫിസിയോതെറാപ്പി, ഹി ഹാസ് പെയിൻ വൈൽ വാക്കിംഗ് ആൻഡ് ഹി വാക്സ് വിത്ത് എ ലിംബ് എന്ന ആ പാരഗ്രാഫിൽ എഴുതിയാൽ ശരിയാണോ? അഡ്മിഷൻ ടൈമിൽ കൊടുത്ത മെഡിസിൻ എങ്ങനെയാണ് എഴുതുന്നതെന്ന് ലിറ്റി ചോദിക്കുന്നുണ്ട്. സി ലിറ്റി, അഡ്മിഷൻ ടൈമിൽ കൊടുത്ത എല്ലാ മെഡിസിൻ്റെ കാര്യവും നമുക്ക് ലെറ്ററിൽ എഴുതണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഓക്കെ. ഒന്നാമത് അത് കൊടുത്തു, അത് കഴിഞ്ഞു, അതിൻ്റെ കണ്ടിന്യൂറ്റി ഇനി ഇല്ല, റീഡറിന് അത് അറിഞ്ഞതുകൊണ്ട് ഒരു കാര്യവും ഇല്ല എന്നുണ്ടെങ്കിൽ യു ഡോണ്ട് വോണ്ട് ടു റൈറ്റ് അബൌട്ട് ദോസ് മെഡിക്കേഷൻസ് കേട്ടോ. അപ്പം നമുക്ക് മെഡിസിനിൽ കൊടുത്തതിന് നമുക്ക് ഹി അല്ലെങ്കിൽ ഷീ വാസ് മാനേജ്ഡ് കൺസർവേറ്റീവ്ലി എന്ന് എഴുതി വെച്ചാൽ മതി. ഒന്നാമത്തെ കാര്യം അത്. ഇനി അത് കണ്ടിന്യൂറ്റി ഉള്ള മെഡിക്കേഷനാണ്, അഡ്മിഷൻ്റെ സമയത്ത് കൊടുത്ത മെഡിസിൻ ഇനിയും വേണം അല്ലെങ്കിൽ റീഡർ അറിയണമെന്നുണ്ട്. അതിന് ഇനിയും കണ്ടിന്യൂറ്റി ഇല്ല എങ്കിൽ നമുക്ക് ഹി വാസ് ട്രീറ്റഡ് വിത്ത് അല്ലെങ്കിൽ വാസ് പ്രിസ്ക്രൈബ്ഡ്, വാസ് അഡ്മിനിസ്ട്രേഡ് എന്നീ സിമ്പിൾ പാസ്റ്റിൻ്റെ ഫോംസിൽ എഴുതാം. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. സി, if we don't want to mention about the medications, if our reader is not in need of the medicine details, you can simply write he was managed conservatively. On the other hand, if you feel like
yes, I want to write. The reader wants to know about the medicines that were given to the patient. You can write, he was treated with, he was managed with, or he was prescribed. And next scenario, if that medicine is something that needs to be continued, ഇനിയും കണ്ടിന്യൂ ചെയ്യേണ്ട മെഡിസിൻ ആണെന്നുണ്ടെങ്കിൽ, okay, the medicine already was given during the admission time, but that needs to be continued either for 1 week or 1 month or for lifetime. You can write he has been treated with, has been managed with, has been administered. That is how we do write about medication. Hopefully it is clear for you. Okay. Yes. So that is about organization, കേട്ടോ. സോ ഓർഗനൈസേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് ഓർഗനൈസ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. സോ നമ്മൾ ഈ ഓർഗനൈസേഷൻ എന്നുള്ള സ്റ്റെപ്പ് ചെയ്തെടുത്തത് നമ്മൾ എപ്പോഴാണ്? നമ്മുടെ തേർഡ് റീഡിങ്ങിലാണ്. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് യു ഡു റീഡ് ദ കേസ് നോട്ട്. അപ്പം ഒരാൾ ആദ്യം ചോദിച്ചൊരു കൺസേണിൽ നിന്നാണ് ഞാൻ വന്നതല്ല, ടൈം തികയുന്നില്ല എന്നുള്ളത്. അപ്പോൾ ആളുടെ പേര് ഞാൻ മറന്നുപോയി. ഹു എവർ ഇറ്റ് ഈസ്, പ്ലീസ് ലിസൺ. ഇങ്ങനെ ഒരു സ്ട്രാറ്റജിയിൽ നമ്മൾ 3 തവണ വായിച്ച് റെലവൻറ്റ് പോയിൻറ്റ്സ് കണ്ട് ഓർഗനൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ലെറ്റർ എഴുതാൻ ഇനിയും നമുക്ക് എത്ര മിനിറ്റ് വേണം എന്ന് ചോദിച്ചാൽ 20 മിനിറ്റിൽ കൂടുതൽ വേണ്ടി വരില്ല. ബിക്കോസ് വി ആർ വെരി മച്ച് പ്രിറ്റി ഷുവർ അബൌട്ട് വാട്ട് ഓൾ ആർ ദ തിങ്സ് ദാറ്റ് വി വോണ്ട് ടു റൈറ്റ് എന്നുള്ളതാണ്, അല്ലേ. 15 മിനിറ്റിൽ എഴുതിത്തീരുന്ന കുട്ടികളുണ്ട്. നമുക്ക് ഈ സമയം തികയാതെ വരുന്നത് അവിടെ നിന്നും ഇവിടെ നിന്നുമൊക്കെ ഓരോ പോയിൻറ്റ്സ് ഇങ്ങനെ പെട്ടെന്ന് പിറക്കി അന്നേരം വായിച്ചെഴുതുന്നതുകൊണ്ടാണ്. സോ നെവർ ഡു ദാറ്റ്. ഒരു പെർഫെക്റ്റ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ ലെറ്റർ വന്നതിന് ശേഷം, അപ്പോൾ ഈ പറഞ്ഞ ഒരു റീഡിങ് നമ്മൾ 5 മിനിറ്റ് നമുക്ക് എക്സ്ക്ലൂസീവായിട്ട് റീഡിങ് ടൈം ഉണ്ട്. അത് കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് കൊണ്ട് നിങ്ങൾ അഡീഷണൽ എടുത്തോളൂ. മൊത്തം നമ്മുടെ റൈറ്റിംഗ് മോഡ്യൂളിൽ തുടങ്ങി ഒരു 10 മിനിറ്റ് വരെ നിങ്ങൾ വായിച്ചോളൂ. 10 മിനിറ്റ് കൊണ്ട് നമ്മൾ 3 തവണ റീഡിങ് ചെയ്തു. ഇനി നമുക്ക് എത്ര മിനിറ്റ് ഉണ്ട്? 10 മിനിറ്റ് കഴിഞ്ഞു. ഇനി 35 മിനിറ്റ്സ് ഉണ്ടല്ലേ. ആ 35 മിനിറ്റ്സിലാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഇങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ 20 മിനിറ്റ് മതി. പിന്നെ നമ്മുടെ കയ്യിൽ 15 മിനിറ്റ് കിടക്കുക. ആ സമയത്താണ് നമ്മൾ പ്രൂഫ് റീഡ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? സീ, ബിലീവ് മീ, ഇറ്റ് വിൽ ഹാപ്പൻ. ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ടൈം തികയുന്നില്ല എന്ന് പറയേണ്ടി വരത്തില്ല. ഓക്കെ. അപ്പോൾ ഇന്ന് ബുധനായിട്ടേ ഉള്ളൂ. നാളെ ഒരു 2 ലെറ്റർ ആ ടൈമിൻ്റെ ബുദ്ധിമുട്ടുള്ള ആളൊന്ന് എഴുതി നോക്കൂ കേട്ടോ. ഇതുപോലൊന്ന് ചെയ്ത് നോക്കിയിട്ട് നാളെ സമയം തികയുന്നുണ്ടോ, ടൈമറൊക്കെ സെറ്റ് ചെയ്തിട്ട് വേണം എഴുതി നോക്കാനായിട്ട്. ജസ്റ്റ് സീ വെദർ എനി വണ്ടേഴ്സ് ആർ ഹാപ്പനിങ് ഓർ നോട്ട്. ഷുവർ, ഐ എം ഷുവർ, ഇറ്റ്സ് മൈ വേർഡ്. ഓക്കെ. ഷീ ഹാസ് ബീൻ ഇനീഷ്യേറ്റഡ് വിത്ത് ഫിസിയോതെറാപ്പി വിച്ച് നീഡ് ഓർ നീഡ്സ് ടു ബി കണ്ടിന്യൂഡ്. ഒന്നാമത് ഇനീഷ്യേറ്റഡ് ഉപയോഗിക്കരുത്. കമൻസ്ഡാണ് എപ്പോഴും തെറാപ്പിക്ക് നമുക്ക് കുറച്ചുകൂടെ ഒരു ഫോർമലായിട്ട് ഉപയോഗിക്കുക എന്ന് പറയുമ്പോഴത്തേക്കിന് കമൻസ് ഈസ് ദ ബെസ്റ്റ് വെർബ് ദാറ്റ് വി ക്യാൻ റൈറ്റ് വിത്ത്. എന്താണ്? ഫിസിയോതെറാപ്പി കേട്ടോ. വിനോദ്, സി, ഷീ ഹാസ് കമൻസ്ഡ് ഫിസിയോതെറാപ്പി വിച്ച് നീഡ്സ് ആണോ നീഡാണോ എന്നുള്ളതായിരുന്നു അവിടെ അദ്ദേഹത്തിൻ്റെ ഡൗട്ട്. നീഡ്സ് ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ നീഡ്സും, ഒന്നിൽ കൂടുതൽ കാര്യമാണെങ്കിൽ നീഡ് ടു ബി ആണ്. നോക്കിക്കേ, ഷീ ഹാസ് ബീൻ commenced on aspirin and metformin, 2 മെഡിസിൻ പറഞ്ഞേ, വിച്ച് നീഡ് ടു ബി കണ്ടിന്യൂഡ്. 2 മെഡിസിൻ ആയതുകൊണ്ട് നീഡ് ടു ബി കണ്ടിന്യൂഡ്. എന്നാൽ നമ്മൾ ആസ്പിരിൻ്റെ കാര്യം മാത്രമേ ഉള്ളെങ്കിൽ ഷീ ഹാസ് ബീൻ കമൻസ്ഡ് ഓൺ ആസ്പിരിൻ വിച്ച് നീഡ്സ് ടു ബി കണ്ടിന്യൂഡും ആണ്. സോ സിംഗുലർ ആണെന്നുണ്ടെങ്കിൽ നീഡ്സും, ഒരു കാര്യത്തിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളെങ്കിൽ നീഡ്സും, ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ നീഡുമാണ് എഴുതേണ്ടത്. ഓക്കെ. അപ്പോൾ നമ്മൾ ഫോർമാറ്റ് ശ്രദ്ധിച്ചു അല്ലേ. അതായത് ഡേറ്റ് മുതൽ താഴെ വരെ ഉണ്ടോയെന്ന് ശ്രദ്ധിച്ചു. പിന്നെ നമ്മൾ ചെയ്തത് 3 തവണ വായിച്ച് പെർഫെക്റ്റ്ലി ഓർഗനൈസ്ഡ് ആയിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ലെറ്റർ ഓർഗനൈസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അല്ലേ. നമ്പർ വരെ ഇട്ട് വെക്കണേ. നമ്മൾ റെലവൻറ്റ് പോയിൻ്റ് കണ്ടുപിടിച്ചു. 3ാമത്തെ റീഡിങ്ങിൽ ആ കണ്ടുപിടിച്ച റെലവൻറ്റ് പോയിൻ്റ് ഇപ്പം ഞാൻ പറഞ്ഞു കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, ടെൻസ് ശ്രദ്ധിക്കുമെന്ന്. അതിനനുസരിച്ച് വിച്ച് ഓൾ ആർ ദ പോയിൻറ്റ്സ് ഐ വോണ്ട് ടു റൈറ്റ് ഇൻ ടു ദ ഫസ്റ്റ് പാരഗ്രാഫ്, വിച്ച് ഓൾ ആർ ദ പോയിൻറ്റ്സ് വിച്ച് ഗോസ് ടു ദ സെക്കൻഡ് പാരഗ്രാഫ്, വാട്ട് ഗോസ് ടു റെക്കമെൻഡേഷൻ പാരഗ്രാഫ് ആൻഡ് വാട്ട് ഗോസ് ടു സോഷ്യൽ എന്ന് എഴുതി തന്നെ ഇട്ടോളൂ. നമ്പർ ചെയ്താൽ മതി. ആ പോയിൻറ്റിന് നേരെ 1 എന്നിടുന്നു. സോഷ്യൽ ആണെങ്കിൽ സോഷ്യൽ എന്ന് S എന്ന് എഴുതിയിടുന്നു. ഡിസ്ചാർജ് പ്ലാൻ ആണെങ്കിൽ DP എന്ന് എഴുതിയിടുന്നു. ഇത്രയും സെറ്റായിട്ടിരിക്കുകയാണ് ഈ കേസ് നോട്ട് അല്ലേ. ഇനിയിപ്പോൾ എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്? നമ്മൾ ആ 10 മിനിറ്റ് റീഡിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ 1 നമ്പറുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ 1ാമത്തെ പാരഗ്രാഫിലോട്ടോ സെൻറ്റൻസ് ആക്കി എഴുതി വെച്ചാൽ മതി.
സെൻറ്റൻസ് ആക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ എന്തുമായാലും നാളെ എക്സാം എഴുതാൻ പോകുമ്പോൾ നമ്മൾ പഠിച്ചു വെച്ചിരിക്കുകയാണ് അല്ലേ, എങ്ങനെ സെൻറ്റൻസ് ആക്കുന്നു എന്നുള്ളത്. അതിനെ സെൻറ്റൻസ് ആക്കി പോയച്ചാൽ മതി. അപ്പോൾ സെൻറ്റൻസിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ പറഞ്ഞോട്ടെ, നമ്മൾ മെയിനായിട്ട് OET റൈറ്റിങ്ങിൽ 2 ടെൻസാണ് ഉപയോഗിക്കാറുള്ളത്. ഒന്ന് പാസ്റ്റ് ടെൻസും ഒന്ന് പ്രസൻറ്റ് ടെൻസും. ലെറ്ററിൻ്റെ ടെൻസ് എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ടെൻസ് ആണ്, അതായത് പേഷ്യൻ്റെ കാര്യങ്ങൾ മുഴുവൻ കഴിഞ്ഞുവല്ലോ. അപ്പോൾ കഴിഞ്ഞു പോയ കാര്യങ്ങൾ മുഴുവൻ പാസ്റ്റ് ടെൻസിൽ എഴുതുക. ഇനിയും വേണ്ട കാര്യങ്ങളുണ്ടല്ലോ, റെക്കമെൻഡേഷൻസ് ഒക്കെ, അത് സിമ്പിൾ പ്രസൻറ്റിലുമാണ് എഴുതുന്നത് കേട്ടോ. അപ്പോൾ ഇനിയും വേണ്ട കാര്യങ്ങൾ ഫ്യൂച്ചർ അല്ലേ, ഫ്യൂച്ചർ ടെൻസിലാണോ എഴുതേണ്ടത് എന്നൊരു ചോദ്യം അല്ല. അപ്പം നോക്കിക്കേ, പേഷ്യൻറ്റിന് ഡ്രസ്സിങ് ചേഞ്ച് വേണം, പേഷ്യൻറ്റ് മെഡിക്കേഷൻ മോണിറ്ററിങ് വേണം, ഹീ നീഡ്സ് ടു കണ്ടിന്യൂ ഫിസിയോതെറപ്പി, ഇതൊക്കെ വേണം, മാറ്റമില്ല അല്ലേ. സോ ഇഫ് വി ആർ മെൻഷനിങ് അബൌട്ട് സംതിങ് വിച്ച് വിൽ ഹാപ്പൻ വിത്തൗട്ട് എ ചേഞ്ച്, മാറ്റമില്ലാതെ തുടരുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ എഴുതുന്നതെങ്കിൽ ദ ടെൻസ് ഹാസ് ടു ബി സിമ്പിൾ പ്രസൻറ്റ്. അപ്പം പ്ലീസ് നോട്ട് ഷീ വിൽ നീഡ് ഡ്രസ്സിങ് ചേഞ്ച് എന്ന് നമ്മൾ എഴുതത്തില്ല, ഫ്യൂച്ചർ അല്ലേ. നമ്മൾ പിന്നെ എന്താ എഴുതുന്നത്, ഷീ നീഡ്സ് ഡ്രസ്സിങ് ചേഞ്ച്, സിമ്പിൾ പ്രസൻറ്റ് എന്ന് വെച്ചാൽ എന്താണ്, ഒരു മാറ്റവും ഇല്ല, അത് വേണം എന്നാണ് പറയുന്നത് കേട്ടോ. സോ മാറ്റമില്ലാതെ ഇനിയും നടക്കേണ്ട കാര്യങ്ങളെ നമ്മൾ എഴുതേണ്ടത് സിമ്പിൾ പ്രസൻറ്റിലാണ്. അപ്പോഴാണ് നമ്മൾ ഏറ്റവും കൂടുതൽ, ഒരു പ്രസൻറ്റ് ടെൻസ് ഫോംസും നമ്മൾ പൊതുവെ റൈറ്റിങ്ങിൽ ഉപയോഗിക്കാറില്ല. കഴിഞ്ഞു പോയ കാര്യങ്ങൾ പാസ്റ്റ് ടെൻസിലും ഇനിയും വേണ്ട കാര്യങ്ങൾ V1 ഉള്ള കാര്യങ്ങൾ സിമ്പിൾ പ്രസൻറ്റിലുമാണ് എഴുതേണ്ടത്. Okay, she needs dressing change, she needs medication monitoring, please note her physiotherapy needs to be continued, അങ്ങനെയൊക്കെയാണ് എഴുതുന്നത്. ഓക്കെ, അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പം അതൊക്കെ നമ്മൾ ഈ 3 തവണ റീഡിങ്ങിലാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. കഴിഞ്ഞതാണോ ഇനിയും വേണ്ടതാണോ. അപ്പോൾ കഴിഞ്ഞ കാര്യങ്ങൾ പാസ്റ്റ് ടെൻസിൽ എഴുതൂ, ഇനിയും വേണ്ട കാര്യങ്ങൾ സിമ്പിൾ പ്രസൻറ്റിൽ എഴുതൂ. ഓക്കെ അല്ലേ. അപ്പോൾ ഇപ്പോൾ ഇത്രയും കാര്യം ശ്രദ്ധിച്ചാൽ തന്നെ നമുക്കൊരു 350 ലെറ്റർ ആയി കഴിഞ്ഞു. Unless provided if we are not making gender change, character change or purpose change. ഇവരെ 3 പേരെയാണ് നമ്മൾ ശരിക്കും പേടിക്കേണ്ടത് കേട്ടോ. ഇപ്പോൾ എനിക്ക് എൻ്റെ ഗ്രാമർ ഇച്ചിരി സൗണ്ട് അല്ല, ഇച്ചിരി മോശമാണ് എന്ന് വെച്ചിട്ട് നിങ്ങൾ ഒരിക്കലും OET റൈറ്റിങ്ങിനെ പേടിക്കേണ്ട. അത്യാവശ്യം ഒന്ന് എഴുതി, ഇപ്പോൾ നമ്മളൊരു 25 സെൻറ്റൻസ് ആണ് ഒരു കണക്ക് അല്ലേ, 200 വേർഡ്സ് എഴുതാൻ ഒരു ഏകദേശം കണക്ക്, ഒരു 25 മുകളിലോട്ട് നമുക്ക് എഴുതാൻ പറ്റില്ല. ആ 25 ഒരു 20 സെൻറ്റൻസ് എങ്കിലും ഒക്കെ എന്ത് വരണം, കറക്റ്റ് ഗ്രാമറിൽ വന്നേച്ചാൽ മതി. ഓക്കെ അല്ലേ. So hope that is clear for you, and there are many students who is asking for English explanation as well, and I am trying my maximum to include English explanation as well, but the problem is that it is time consuming alle. So when I am going for both explanations, time matters. Okay, anyway, no problem, no issues. I'll take the rest of the class in English. Yes, then another thing that we have to be careful എന്ന് പറയുന്നത് ദ ഹാർട്ട് ആൻഡ് സോൾ ഓഫ് ദ ലെറ്റർ എന്നാണ് പറയുന്നത് കേട്ടോ. ഞാൻ എപ്പോഴും അങ്ങനെയാണ് പറയാനുള്ളത്, ദ ഹാർട്ട് ആൻഡ് സോൾ ഓഫ് ദ ലെറ്റർ എന്താണെന്നറിയാമോ? ഒന്ന് കമൻറ്റ് ചെയ്ത് വിച്ച് ആർ ദ ഹാർട്ട് ആൻഡ് സോൾ ഓഫ് അവർ OET റൈറ്റിംഗ്. മീൻ വൈൽ ഐ ക്ലാരിഫൈ സം ഓഫ് ദ ഡൗട്ട്സ്. How many connectors can be written as minimum? See, first of all, there are no compulsion. It is not mandatory that there has to be connectors. See, anyway, when we write, there will be an and or but or therefore. It is enough. Purposefully for including connectors into the writing, you don't want to write. See, always someone who writes in a simple way, simple sentences, fetch more marks. Okay, because connectors have a very tendency to make us judgmental. So if we are sure about the uses of connectors and in what context they have to be used and about their punctuation rules, punctuation really matters with connectors, you can use 3 or 4 or 2 to 3 is enough in our letter with 200 words. Okay, then to manager or director, how can we write recommendation para? He need or he needs. Sabrina is asking. See, please note, he needs, she needs. There the subject is he or she, singular subject. So always it is needs, not need. Okay. Then another thing that you have to keep in mind in a letter to manager or director when you write the recommendation paragraph, keep it in mind. Do not ask our reader to do.
See, for example, we are sending a person who is recovering after a surgery to a nursing home for continuing care. And the reader is manager. The patient needs dressing change and medication monitoring. Do not write, it would be appreciated if you could provide a daily dressing change for Mr. X, because it is not the manager who wants to give the dressing change for the patient. So that is something that you have to keep in your mind. So how is it possible for us to write that recommendation? We have to write in such a way that the reader, our reader, knows about it with an intention, so that the reader has an idea about it, not to do that. So please note, he needs daily dressing change, or arrange is the word that you can use for managers or directors. Hope it is clear for you. Subdane. Okay, then Jimol is asking if there are more than two medicines and are taken orally, then how we can write. We don't want to write, mention in a special way that the patient is taking it in an oral way. If the patient is a conscious patient and who is in home and is a stable one, you just want to write he is on that medication. From that it is clear that the patient is taking that. On the other hand, if it is in the hospital and if it is given intravenously, we can write the medicine names intravenously. Okay, he was administered this medicine and that medicine intravenously. Okay. Varsha is asking off note. Last see off note in the latest version of OET writing we don't use normally. So it is better to avoid off note. Okay, either use a please note or kindly note or something. Okay, let me come back to my question. What is the soul and heart of OET writing? No one has commented me the answer. No idea. Say introduction paragraph and recommendation paragraph is the heart and soul of OET writing. That's ഏറ്റവും important ആയിട്ടുള്ള രണ്ട് paragraph കേട്ടോ. So always make sure that you don't make any error with introduction paragraph and recommendation paragraph കേട്ടോ. Introduction paragraph എഴുതത്തില്ലേ, first paragraph. Recommendation paragraph the very last paragraph. Okay, ഇതാണ് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് വരേണ്ടത്. അപ്പം make sure that we don't make any change. So I am already it is 4:49. So introduction, only 4 mandatory things you want to write in the introduction. Nothing more is needed in an introduction paragraph. So again I repeat, I remind you about the 4 mandatory requirements in introduction paragraph. Type of letter, full name of the patient, purpose and condition of the patient. So condition, when you write the condition of the patient, don't think that something which is given as diagnosis in your case note may not be always the diagnosis that we want to write in the introduction. It depends on the reader. See, suppose the patient has undergone a surgery, and if the reader is a psychologist, obviously surgery is not the one we want to take into the introduction. If the reader is a psychologist, of course the patient has some kind of a psychological issue, maybe depression or low mood or stress or something. Find out such a psychological matter from the case note and write it into the introduction. For example, you can write he has depression following his surgery. Which is a surgery? Please mention the name of the surgery. This is the perfect way of writing an introduction. There are many students who think that something which is in the heading or which comes after diagnosis has to go to the introduction. No. See, rather than thinking about the condition or diagnosis, think like this way. What is the issue that the patient has that has to be brought into the attention of our reader? Reader അറിഞ്ഞിരിക്കേണ്ടത് ഇതിലേതാണ് എന്ന് കണ്ടുപിടിച്ച് അതിനെയാണ് നമ്മൾ ആസ് കണ്ടീഷൻ want to take into the intro. Okay. So don't make any errors in introduction paragraph. So make sure that you include type of letter, full name of the patient, then purpose and condition.
And after that, recommendation. Recommendation, the things that you have to keep in mind in recommendation. Find out the things that our reader wants to do as well as reader wants to know. Then after finding it out, prioritize. So the first, something that our reader wants to do has to come. Then only reader wants to know. And when you arrange something that our reader wants to do, the order goes like dressing, medication, physiotherapy, review, like that. Okay. So that also is something that you have to keep in mind. And recommendation paragraph begins like, it would be appreciated if you could provide or if you could arrange, goes on like that. And make sure that each recommendation has to be written along with a recommendation phrase. Like, please, kindly, please not, kindly not, please not that, kindly not that, likewise. So that also is a perfect way of getting marks in writing. Okay. Then, and it is asking which is better, it would be appreciated or it would be greatly appreciated. See, we don't want to write greatly appreciated. അതായത് ഒരാൾക്ക് ഒരു ജോലി ചെയ്യാനുണ്ടല്ലോ, ഇപ്പോൾ ഒരു നഴ്സാണെങ്കിൽ പേഷ്യൻറ്റിന് കെയർ കൊടുക്കണം. അതിനെ നമ്മൾ ഗ്രേറ്റ്ലി അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഒരാൾ അദ്ദേഹത്തിൻ്റെ ജോലി ചെയ്യുന്നതിന് ജസ്റ്റ് അപ്രിസിയേഷൻ ഇസ് ഇനഫ് അല്ലേ. അവരുടെ സ്കോപ്പ് ഓഫ് പ്രാക്ടീസിൻ്റെ പുറത്ത്, ഇഫ് ദേ ആർ ഡൂയിങ് സംതിങ് ബിയോണ്ട് ദ സ്കോപ്പ് ഓഫ് പ്രാക്ടീസ്, we want to greatly appreciate. But it is not happening in OET writing. We are writing it purpose oriented and reader centered. The reader wants to do. So we just want to write, it would be appreciated if you could. Okay. And it is asking for some common recommendations. See, it is not possible. As the reader changes, recommendations also changes. Okay, so some common one for nurses, like dressing change, medication monitoring, administration of medication, encouragement, likewise. If it is for managers, arrangement of something and something in like they want to know. If it is psychologist, guidance and counseling, education, introducing to support groups, goes like that. Then for physiotherapist, physiotherapy exercises, mobility aids, familiarizing with mobility aids, or some of the restrictions that the patients had, like climbing the stairs and all. So it changes like that. Okay. Pharmacist purpose paragraph. See, just find out from the case note what is being asked to the pharmacist. Pharmacistോട് എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു മെഡിസിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കാനാണോ? എഡ്യൂക്കേഷനായി ഇനിയും എന്തെങ്കിലും ഒരു മെഡിക്കൽ എക്യുപ്മെൻറ്റ്സോ എന്തെങ്കിലും ഉപയോഗിക്കാനാണോ? ലൈക്ക് ഇപ്പം എന്താണ് ഇത് ഇൻഹേലർ ഉപയോഗിക്കുന്ന കാര്യം അത് പറഞ്ഞു കൊടുക്കാനാണെങ്കിൽ either it will be again education or demonstration. So I'm writing to refer Mr. X who requires education on this one. I am writing to refer Mr. X who requires a demonstration of this one. Goes like that. Okay. Then a question is asked about occupational therapist. See, first of all, keep in mind that occupational therapist is a non-medical professional. അദ്ദേഹത്തിന് മെഡിസിൻ നോളജ് ഒന്നും ഉണ്ടാകണമെന്നൊരു നിർബന്ധവുമില്ല കേട്ടോ. അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, they are adjusting something which our patient is in need of for their daily living. ADLസിൻ്റെ assessment and kind of arrangement for the patient to continue their normal life ചെയ്യുന്ന ആൾക്കാരാണ് occupational therapist. For example, a patient who had a stroke and he has difficulty in or left side weakness or something. The patient is in need of a walker, then bed rails, then hand rails. So these are the things that our occupational therapist wants to arrange. Okay, so it is some kind of an arrangement that our occupational therapist wants to do. So I am writing to refer Mr. X who requires arrangement of what all. You can just write. Okay, or assessment for what? Daily living activities or home modification, who needs home modification. All these are words that we can write for an occupational therapist. Okay. Jyoti is asking, subjective data, objective data, assessment and plan is given.
didn't give any purpose means how we will write. Introduction paragraph. Are you about what paragraph are you asking, Jyoti? So that question is pretty vague. I don't understand what you mean by. Okay. Yes, so we have come up to introduction, the importance of introduction and recommendation paragraph. So make sure that our introduction paragraph and recommendation, that means the heart and soul of the letter, is a perfect one. No errors there. Okay. Then another thing that you have to keep in mind, the register of your letter, that everything that I have written in my letter is understandable for my reader. ഞാൻ എഴുതിയിരിക്കുന്ന എല്ലാ കാര്യവും എൻ്റെ റീഡറിന് മനസ്സിലാകുന്നുണ്ടെന്നാണ് നമ്മൾ ഉറപ്പുവരുത്തേണ്ടത്. അത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നോൺ മെഡിക്കൽ പ്രൊഫഷൻസിലുള്ള ലെറ്ററിൻ്റെ അകത്താണ്. അതായത് ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മെഡിക്കൽ ടേംസും കണ്ടീഷൻസും അല്ലെങ്കിൽ ബോഡി പാർട്സ് ഒക്കെ ഫിബുല ടിബിയ എന്നൊക്കെയുള്ള ഫ്രാക്ചേഴ്സ് ഒക്കെ വരുവാണെങ്കിൽ അതൊക്കെ മാറ്റി സിംപ്ലിഫൈ ചെയ്ത് വേണം എഴുതാനായിട്ട്. അതായത് നമ്മൾ എന്തെഴുതി വെച്ചാലും നമ്മുടെ റീഡറിന് അത് മനസ്സിലാക്കിയിരിക്കണം. അതിനെയാണ് ലെറ്ററിൻ്റെ രജിസ്റ്റർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഒരു നോൺ മെഡിക്കലിന് എഴുതുമ്പോഴത്തേനും മേക്ക് ഷുവർ ദാറ്റ് യു റൈറ്റ് ദ ലെറ്റർ ഇൻ എ വെരി സിമ്പിൾ വേ. സോ ദാറ്റ് വിൽ റിയലി ഹെൽപ്പ് us to fetch lot of മാർക്ക്. നമ്മുടെ മാർക്ക് ഒരു 400 മുകളിലോട്ടൊക്കെ കയറി പോകാൻ സഹായിക്കുന്ന ഒരു ആസ്പെക്റ്റാണ് ഇപ്പോൾ പറഞ്ഞു വെച്ചത്. റീഡറിനനുസരിച്ചുള്ള കാര്യങ്ങൾ, അതിനനുസരിച്ചുള്ള രീതിയിൽ നമ്മൾ ലെറ്റർ എഴുതി വെക്കുന്നു എന്നുള്ളത് കേട്ടോ. പിന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ആർട്ടിക്കിൾസ് ആണ്. എന്താണ്? കൗണ്ടബിളായിട്ട് നമ്മൾ റൈറ്റിങ്ങിൽ എഴുതുന്ന ആൾക്കാരുടെ ഒക്കെ കൂടെ എന്ത് ചെയ്യുക, മേക്ക് ഷുവർ ദാറ്റ് യു ഹാവ് റിട്ടൺ ആർട്ടിക്കിൾസ് ആൻഡ് ദർ ഇസ് നോ നീഡ് ഓഫ് ആർട്ടിക്കിൾസ് വിത്ത് എന്താണ് അൺകൗണ്ടബിൾ ആയിട്ടുള്ള കേട്ടോ. അതിൻ്റെയൊക്കെ ഒരു ലിസ്റ്റ് കുറേ നിങ്ങളുടെ കയ്യിൽ കാണുമല്ലോ. എനിവേ യു ആർ സമ്മൺ ഹു ഈസ് ഗോയിങ് ടു റൈറ്റ് ദ എക്സാം അല്ലേ. സോ ഗോ ത്രൂ ദാറ്റ്. അപ്പോൾ ഇനി ഈ 2 ദിവസം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? വെള്ളിയാഴ്ച നിങ്ങൾ ഭയങ്കര റിലാക്സ്ഡ് ആയിരിക്കണം. ഡോണ്ട് ഗോ ഫോർ എനി കൈൻഡ് ഓഫ് സ്പെഷ്യൽ ആക്ടിവിറ്റീസ് ഓർ സ്പെഷ്യൽ പുതിയതായിട്ടൊന്നും പഠിക്കാൻ പോകരുത്. നാളെ കൊണ്ട് നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ മുഴുവൻ ഒന്നുകൂടെ ഒന്ന് വായിച്ച് നോക്കുക. ഇതുവരെ നിങ്ങൾ എഴുതിയിട്ടുള്ള ലെറ്റർ എല്ലാം എടുത്ത് വായിച്ച് നോക്കുക. ലെറ്റർ വായിച്ച് നോക്കുമ്പോഴത്തേക്കിന് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ എറേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കണം കേട്ടോ. അത് ഏറ്റവും നല്ല പ്രാക്ടീസാണ്. നമ്മൾ തന്നെ അസസ് ചെയ്തു, അപ്പോൾ പിന്നെ നമുക്ക് കറക്റ്റായിട്ട് എഴുതാൻ പറ്റുള്ളൂ. സോ ജസ്റ്റ് റീഡ് ദ ലെറ്റേഴ്സ് ദാറ്റ് യു ഹാവ് ഇൻ സ്റ്റോക്ക്. പിന്നെ ഈ ഓർഗനൈസേഷന് ബുദ്ധിമുട്ടുള്ള ആൾക്കാരെ ഞാൻ പറഞ്ഞു തന്നതുപോലെ നാളെ ഒരു 1-2 ലെറ്റർ ഒന്ന് എഴുതി നോക്കണം കേട്ടോ. ബുദ്ധിമുട്ടുള്ളവർ, പലർക്കും റൈറ്റിംഗ് ഭയങ്കര എളുപ്പമാണ്, എനിക്കറിയാം. ഈസി 4 എണ്ണത്തിൽ ഈസി മോഡൽ എന്ന് പറയുന്നത് റൈറ്റിംഗ് ആയിട്ടുള്ളവർ ഒരുപാട് പേരുണ്ട്. അങ്ങനെയുള്ളവർ നിങ്ങളുടെ കോൺസെൻട്രേഷൻ പ്ലീസ് ഗിവ് ടു റീഡിങ് ആൻഡ് ലിസണിങ്. റൈറ്റിംഗ് ഈസിയാണല്ലേ, നമ്മൾ കംഫർട്ടബിളായിട്ട് പോയി അങ്ങ് എഴുതി വെച്ചാൽ മതി. എന്നാൽ ബുദ്ധിമുട്ടുള്ളവർ നാളെ ഒന്നുകൂടെ എഴുതി നോക്കുക കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഡീറ്റെയിലോട്ട് പോകാനായിട്ട് 1 hour ഈസ് നോട്ട് ഇനഫ്. നമ്മുടെ സാറ്റർഡേ സ്റ്റുഡൻസിന് ഒന്നുകൂടെ ഞാൻ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്ന് ഓർമ്മിപ്പിക്കാൻ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്തത്, ഇങ്ങനെയൊരു ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻ. ശരിക്കും ആ ടേം എന്താണ്, ഇറ്റ്സ് മീനിങ് ഫുൾ, ലാസ്റ്റ് മിനിറ്റ് ആണല്ലേ. പുതുതായിട്ടൊന്നും നമ്മൾ ആദ്യമായിട്ട് പഠിപ്പിക്കുകയല്ല, പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്താണ് കേട്ടോ. ഓക്കെ, പർപ്പസ് ലെറ്ററിൽ ഇല്ല എന്നുണ്ടെങ്കിൽ, ഓക്കെ ജ്യോതി പറയുന്നത് ലെറ്ററിൽ പർപ്പസ് വേർഡ് തന്നിട്ടില്ലെങ്കിൽ എങ്ങനെ എഴുതുമെന്നാണ്. അത് റീഡറിനനുസരിച്ച് നമ്മളാണ് കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. ചില കേസ് നോട്ടുകളുടെ അകത്ത് മിക്കവാറിൻ്റെ അകത്ത് റൈറ്റിംഗ് ടാസ്കിൽ തന്നെ പർപ്പസ് കാണും. ഫർദർ കെയർ എന്ന്, അസസ്മെൻ്റ് എന്ന്, ട്രീറ്റ്മെൻറ്റ് എന്ന്, ഗൈഡൻസ് എന്നൊക്കെ കാണും. ചിലതിൽ കാണുകയില്ല. അതാണ് ജ്യോതി ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. റീഡറിനനുസരിച്ച് നഴ്സാണെങ്കിൽ കെയറിൻ്റെ ഏതെങ്കിലും ഒരു വേർഷൻ എഴുതണം, ഡോക്ടറാണെങ്കിൽ അസസ്മെൻറ്റ് ആൻഡ് മാനേജ്മെൻറ്റ് എഴുതണം. ഇത് ഞാൻ ഒത്തിരി പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു ഇൻട്രൊഡക്ഷൻ്റെ ഒരു വീഡിയോ നമുക്ക് ഓൾറെഡി ലൈവ് കിടപ്പുണ്ട് കേട്ടോ, അതൊന്നെടുത്ത് കാണണേ ജ്യോതി. അതിൻ്റെ അകത്ത് പർപ്പസ് വേർഡ്സ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് ഈ പർട്ടിക്കുലർ റീഡറിന് ഏതാണോ ആപ്റ്റ് ആവുന്നത് ആ പർപ്പസ് വേർഡ് എഴുതിക്കോളൂ. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. Okay, so hope you will really benefit from this last minute preparation class. Don't worry, be confident കേട്ടോ. 80% നമ്മുടെ സക്സസ് ആ ഒരു ഫാക്ടറിലാണ് നിൽക്കുന്നത്. എന്തിലാണ്? കോൺഫിഡൻസ്. ഓക്കെ, ഡോണ്ട് ഗെറ്റ് ടെൻസ്ഡ്, യു നോ എവ്രിതിങ്. നമുക്ക് എഴുതാനുള്ള 350 മുകളിലോട്ട് എഴുതാനുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്കറിയാം. നമ്മൾ ടിജുസ് അക്കാഡമി നിങ്ങളുടെ കൂടെ നിന്ന് ആ കാര്യങ്ങളൊന്നും കൂടെ ഒന്ന് ഓർപ്പിച്ചു. എന്തെങ്കിലും മറന്നു കിടപ്പുണ്ടെങ്കിൽ നമ്മളൊന്നുകൂടെ ഒന്ന് ഓർത്തെടുത്തിട്ടുണ്ട്. എല്ലാം ഓക്കെയാണ്. ബി കോൺഫിഡൻറ്റ്, റൈറ്റ് യുവർ എക്സാം വെൽ,
All the best prayers and wishes are with you. Thank you all. Best wishes and all my prayers. Thank you.